والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിൽ. സത്യം വന്നിരിക്കുന്നു, ബാത്തിൽ നശിച്ചിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹൂഖ. ബാത്തിൽ നശിക്കാനുള്ളതാണ്. ഏത് മേഖലയിലും ഹക്കിനല്ലാതെ സ്ഥായി ഉണ്ടാവില്ല, വിജയിക്കൂല. ബാത്തില് പരാജയപ്പെടും, അല്ലെങ്കിൽ അള്ളാഹു ബാത്തിലിനെ പരാജയപ്പെടുത്തും. ഇത് അള്ളാഹിൻ്റെ ഒരു സുന്നത്താണ്. ഒരു പക്ഷേ നമുക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ താരീഖ് പരിശോധിച്ചാൽ ബാത്തിലായിരിക്കും അതിശക്തം, സുശക്തം. പക്ഷെ അതിൻ്റെ അവസാനം വമ്പിച്ച പരാജയം. എന്നാൽ ഹക്ക് അങ്ങനെയല്ല. ഹക്കിൻ്റെ തുടക്കം എല്ലാ കാലഘട്ടത്തിലും ശോഷിച്ചുകൊണ്ടാണ്. ഒന്നുമില്ല, ദുനിയാവിൻ്റെ വസ്തുക്കൾ ഒന്നുമില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പോലെ, ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ. അല്ലാഹുവേ, നീ ഫിർഔന് ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ അലങ്കാരവും പൈസയും അധികാരവും സർവ്വതും കൊടുത്തു, എനിക്കാണെങ്കിൽ ഒന്നുമില്ല. പരാതി പറഞ്ഞത് നന്നാണ്. പരാതി മാത്രമല്ല, അത് നശിപ്പിച്ച് കളയാൻ ശക്തമായ ഭാഷയിൽ ദുആവും ചെയ്തു. റബ്ബന ത്മിസ് അലാ അംവാലിഹിം വശ്ദുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനു ഹത്താ യറവുൽ അദാബൽ അലീം. നിന്റെ വേദനയുള്ള അദാബ് കാണുന്നവരെ ഇവരൊന്നും നീ വിശ്വസിക്കാൻ പോകുന്നില്ല, മതി, തീർത്തേക്ക് എന്ന് ദുആ ചെയ്തു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നുമില്ലാതിരുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്തുള്ള ഹക്കിനായിരുന്നു ഏറ്റവും അവസാനത്തെ വിജയം, വമ്പിച്ച വിജയം. അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയും ഇല്ല യൗമുൽ ഖിയാമ. ഹക്ക് മാത്രമേ ജയിക്കുള്ളൂ. ബാത്തിൽ എത്ര ശക്തമായി നമ്മൾ കണ്ടാലും അധികം വൈകാതെ പരാജയപ്പെടാൻ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ബദറിൽ അല്ലാഹു കൊടുത്തത് അങ്ങനെയുള്ളൊരു വമ്പിച്ച വിജയമാണ്. മൂന്നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു ബദറിന്റെ ദിവസം. അതിലൊന്ന്, ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസിന്റെ സഹോദരൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ കൂട്ടത്തില് യോദ്ധാവായി അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ബദറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടാളക്കാരൻ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞ് യൂട്ടേൺ എടുക്കുന്ന സമയത്ത് പട്ടാളക്കാരെ പരിശോധിച്ചു. അപ്പൊ അപ്പോഴാണ് ആ കൂട്ടത്തിൽ ആവേശം കൊണ്ട് വന്ന 13 14 ഒക്കെ കാണുന്നത്. അപ്പൊ അതിൽ തന്നെ ചില സഹാബാക്കള് സഫിൽ നിൽക്കുന്നത് കാലിന്റെ വിരലിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പൊക്കം തോന്നാൻ, അല്ലെങ്കിൽ ചെറുതാന്ന് കണ്ടിട്ട് എന്ത് ചെയ്യും, തിരിച്ചായി. 13 വയസ്സുള്ള അന്നത്തെ കുട്ടികളുടെ ആവേശമായി പറയുന്നു. ഇന്ന് നിസ്കരിക്കാനില്ല എന്നല്ല, ആ വയസ്സുള്ള കുട്ടികളെ ഉപ്പയും ഉമ്മയും നിസ്കരിക്കാൻ വിളിക്കുന്നില്ല. SSLC എക്സാം എടുക്കുകയാണ്. പിള്ളേർക്ക് ടഫ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ട്യൂഷൻ വേറെ, പിന്നെ യൂട്യൂബിലെ ട്യൂഷൻ വേറെ, പിന്നെ സെൻട്രലിൽ വേറെ ട്യൂഷൻ വേറെ, പഠിപ്പിച്ച് രാത്രി 2 മണിക്കാണ് ചെക്കൻ ഉറങ്ങിയത്. അത്താഴത്തിന് വിളിക്കുമ്പോൾ ഉമ്മ പറയുന്നു, വേണ്ടപ്പാ, കുറേ പഠിച്ചിട്ട് ഉറങ്ങിയതാണ്, ഉറങ്ങിക്കോട്ട്, ഉപ്പ വിചാരിച്ചു പോട്ടെ, അത്താഴമല്ലേ, ഫർദല്ലല്ലോ. സുബഹിക്ക് വിളിച്ചു. അന്നേരം ഉമ്മക്ക് ചൂടാവുന്നു, ദേഷ്യം പിടിക്കുന്നു. എന്തിനു വെറുതെ വിളിക്കുന്നു? 13 വയസ്സെല്ലാം ആയിട്ടു, നിർബന്ധമായിട്ടൊന്നുമില്ലല്ലോ. ചെക്കൻ നിസ്കരിച്ചോളൂ. എപ്പോൾ 8 മണിക്ക് എണീക്കുമ്പോൾ
ഇന്നത്തെ വർത്തമാന കാലത്തിന്റെ ഉപ്പാനുമ്പാന്റെ കഥയായി പറയുന്നു. അന്ന് 13 ജിഹാദിന് വേണ്ടി വന്നിട്ട് സഫിന് കാല് കുത്തിയിട്ട് പൊക്കം കൂട്ടിയിട്ട് നിൽക്കുകയാണ്. പൊക്കം കുറഞ്ഞതിന്റെ പേരിൽ തിരിച്ചയക്കപ്പെടാതിരിക്കാൻ. ഉമർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അതേപോലെ സഫിൽ നിൽക്കുകയാണ്. മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ റസൂലുള്ളാഹി തിരിച്ചയച്ചു. പിന്നെ അൻസാറുകളിൽപ്പെട്ട മദീനക്കാരുടെ മക്കളെ കുറെ ആൾക്കാരെ തിരിച്ചയച്ചു. ഉമർ ഇബ്നു അബീ വഖാസിന് ടെൻഷനാവാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വന്ന് ഉമറിന്റെ മുന്നിലെത്തിയിട്ട് നോക്കി, നീ പറ്റൂല, നീ പോയിക്കോ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ അനുജൻ കരയാൻ തുടങ്ങി. അവന്റെ കുടുംബത്തിന് ആരോ മരിച്ച പോലെ, അവൻ ആരോ നഷ്ടപ്പെട്ട പോലെ, അവന്റെ ജീവിതത്തിൽ എന്തോ വലിയ സങ്കടമുള്ള കാര്യം വന്ന പോലെ ഒരേങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കാരണം ജിഹാദിന് പോകാൻ പറ്റുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചേക്കാൻ. ഞാൻ ഓടിച്ചെന്നു, യാ റസൂലല്ലാഹ്, കനിവ് കാണിക്കണം, ഓൻ വന്നോട്ട്, ഞാൻ നോക്കിക്കോളാം. ജ്യേഷ്ഠൻ അനിയനെയും വിളിച്ചു. പറയാണ്, അവൻ അരപ്പട്ട ഞാനാ കെട്ടിക്കൊടുത്തത്, അതുവരെ കെട്ടവന് അറിയില്ല. അരപ്പട്ട മീൻസ് വാളിന്റെ ഉറ വെക്കാനുള്ള അരപ്പട്ട. ഞാൻ അവന് വാള് നോക്കിക്കൊടുത്തു. ഓ നിന്നിട്ടും വാളിന്റെ അറ്റം തറയിൽ മുട്ടുന്നുണ്ട്. ഈ പ്രായത്തിലാണ് എവിടെ പോകുന്നത്? ജിഹാദിന് പോകുന്നത്. ആ ഉപ്പമാരും ആ ഉമ്മമാരും അവർക്കെല്ലാം കൊടുക്കുന്ന തർബിയത്ത് എന്തായിരിക്കും? ഇന്നുപ്പയും കൊടുക്കുന്ന തർബിയത്ത് കാണണമെങ്കിൽ രാവിലെ കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്കോ മംഗലാപുരത്ത് നിന്ന് കണ്ണൂരേക്കോ പോകുന്ന ട്രെയിനിൽ കയറിയാൽ മതി, ലോക്കലിലോ. അപ്പൊ കാണാം ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അടുക്കളയിൽ ഉമ്മ കൊടുക്കുന്ന തർബിയത്തിന്റെ കഥ. എന്നിട്ട് ആ ഉമ്മത്തിനെ വെച്ചിട്ടാണ് മെഹ്റാബിന്റെ ഉള്ളിൽ നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ കാക്കണേ, യുവാക്കളെ കാക്കണേ, യുവതികളെ കാക്കണേ. തർബിയത്തിന്റെ 7 അയലത്തെത്തിയില്ല. റമദാനിന് വരെ പർദ്ദയുണ്ട്, നിഖാബുണ്ട്, കയ്യുറയുണ്ട്, ഭൂതത്തം പോലെയുണ്ട്. പക്ഷെ ദീനിന്റെ ഏത് ശരി അറിയില്ല. റമദാനിന് വരെ സംസ്കാരം തൊട്ടതില്ല. അവരെല്ലാം കാണുമ്പോൾ ചിന്ത വരുന്ന ആ ഉപ്പാനും ഉമ്മാനും പറ്റിയ എന്തോ എന്റെ ജോലി, ആ ഉപ്പാന്റെ ജോലി എന്താ ഉമ്മാന്റെ ഉത്തരവാദിത്വം? ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടുള്ള കാസർഗോട്ടെ ഉപ്പമാരെ ഉമ്മമാരെ, ഈ മക്കൾ നാളെ വരും അല്ലാഹുവിന്റെ കോടതിയിൽ. എന്താ പറയാന്നറിയോ? അരിനല്ലദൈനി അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. റമദാനുള്ള ബോധം പോലുമില്ല. ഇതെന്റെ മോനാണ്, ഇതെന്റെ മോളാണ്, വയസ്സ് 15ആയി 16ആയി. നിനക്കില്ലെങ്കിൽ ഇസ്ലാമിലല്ലേ സംസ്കാരം? നമ്മളെ തറവാട്ടിലെ സംസ്കാരം ഉണ്ടാവൂല, പക്ഷെ ഇസ്ലാമിലുള്ള ഒരു സംസ്കാരം. എന്നെ കൊണ്ട്, എന്റെ മോനെ കൊണ്ട്, എന്റെ മോളെ കൊണ്ട് ഇസ്ലാമിന്റെ കരുവാലിത്തേക്കാൻ പാടില്ല. അങ്ങനെങ്കിലും ചിന്തിച്ചൂടെ? വൃത്തികെട്ട സംസ്കാരം മുസ്ലിമിന്റെ. ചിലപ്പോൾ തൗഹീദുള്ളവന്റെ വീട്ടിലെ അങ്ങനെ തന്നെ, തൗഹീദുള്ളവന്റെ വീട്ടിലെ ഈ മക്കളെന്താ, നമുക്ക് മക്കളോട് പിരിശം കൂടി പോയിട്ടാണ്. എന്റെ പൊന്നു പോലത്തെ എന്റെ മോൾ അങ്ങനെയൊന്നും പോലപ്പാ, എന്റെ മോൻ തന്നെ മുഖത്തേക്ക് നോക്ക് പോലുമില്ല. എന്റെ മോൻ ആകാശത്ത് നിന്ന് പൊട്ടി വീണ മാലാഖയാ എന്റെ മോൻ. അല്ലാഹുവേ, മനുഷ്യന്റെ കൂട്ടത്തിലും ജിന്നിന്റെ കൂട്ടത്തിലും നമ്മളെ പിഴപ്പിച്ചവനെ കാണിച്ചതാ. നമ്മളെ പിഴപ്പിച്ചവനെ കാണിച്ചതാ. സംസ്കാരം പഠിപ്പിച്ചില്ല, ദീൻ പഠിപ്പിച്ചില്ല, ദീനിന്റെ നിയമം പഠിപ്പിച്ചില്ല. ദീനിന്റെ നിയമത്തോട് ഉണ്ടാക്കി കൊടുത്ത ചെറുപ്പത്തിലെ പുച്ഛം ഈ ഉപ്പയും ഉമ്മയും. അരീന ഒന്ന് കാണിച്ച എന്തിനാന്നറിയോ? ചെമ്പിന്റെ തറയിൽ നിൽക്കാൻ കഴിയുന്നില്ല മഹ്ശറില്. സൂര്യൻ ഒരു ചാണ്ട് മുകളിലാ ഉള്ളത്, കാല് പൊള്ളിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. നമ്മളെ കാലിന്റെ താഴെ അവരെ കിടത്തിട്ട അതിന്റെ മോള് നിന്നിട്ട് കാലിന്റെ ചൂട് കളയാൻ ഈ പിരിച്ചപ്പെട്ട മോനും മോളും പറയും ഖുർആൻ. അത് പേടിയുള്ള ഉമ്മമാരാ അന്ന് മദീനത്തുണ്ടായ ഉമ്മമാര്. അതുകൊണ്ട് ഉമൈർ ഇബ്നു അബീ വഖാസ് എത്താത്ത വാളും പിടിച്ചിട്ട് ജിഹാദിന്റെ സഫിൽ നിന്നത്. നമ്മളെ മക്കളെ ജിഹാദിന് അയക്കാനല്ല പറയുന്നത്, സുബ്ഹ് നിസ്കരിക്കാൻ അയക്കാൻ. സ്കൂളിൽ പോയാലും ദുഹർ നിസ്കാരം ഖളാഅക്കാതിരിക്കാൻ. പ്ലസ് ടുവിന്റെ ട്യൂഷന് പോകുന്ന പെൺകുട്ടികളോട് നിസ്കാരം ഒഴിവാക്കാതിരിക്കാൻ, അതെങ്കിലും പറയാൻ. എല്ലാവർക്കും അറിയാം ദുഹർ നിസ്കരിക്കില്ല കുഞ്ഞി.
ളുഹർ നിസ്കരിക്കില്ല. എന്ത് കാരണം? സ്കൂളിൽ അതിന് എന്തിനു പറയാ, അതിനുള്ള സൗകര്യമില്ല സ്കൂളിൽ. അപ്പൊ എന്താക്കല്? ളുഹർ നിസ്കരിക്കില്ല. അപ്പൊ ക്ലാസ്സിൽ മുസല്ല വെച്ചിട്ട് സ്കൂളിൽ ഏതെങ്കിലും മൂലക്കൊരു മുസല്ല വെച്ചിട്ട് നിസ്കരിച്ചൂടെ? അതല്ലേ HM കണ്ടാ പിന്നെ പ്രശ്നമാക്കും. ഈ ഉമ്മാന്റെ ഉത്തരവാദിത്വം എന്താണെന്നറിയോ? പിറ്റെന്ന് പോയി TC വാങ്ങിയിട്ട് ഗവൺമെന്റ് സ്കൂൾ കൊണ്ടുപോയി ചേർക്കണം. എന്തിനാ അങ്ങനെ ചേർത്ത ഗവൺമെന്റ് സ്കൂള്? എന്റെ മോന് ളുഹർ നിസ്കരിക്കാൻ. അത് ഇസ്സത്താണ്. അതാണ് ഇസ്സത്ത്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാൽ ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇതൊക്കെയാ പഠിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടായി പറയുന്നത്, ഇതൊക്കെയാ പഠിക്കേണ്ടത്. ബദറിന്റെ കഥ കേൾക്കാനല്ല. ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കരച്ചിൽ കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ നീ പോവാ, നമുക്ക് ജിഹാദിന് പോവാ. ബദർ യുദ്ധത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഉമർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഷഹീദായി. ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ മോൻ, പോയി. ഇന്നും ബദരീകളെ പേര് നോക്കിയാൽ തുടക്കത്തിൽ കാണാം ഉമൈർ ഇബ്നു അബീ വഖാസ്, സഅദ് ഇബ്നു അബീ വഖാസിന്റെ അനുജൻ പോയി. അദ്ദേഹം ആഗ്രഹിച്ച പോലെ സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, എന്റെ അനുജൻ സഫിൽ നിന്ന് ദുആ ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലാഹുവേ നിന്റെ മാർഗത്തിലുള്ള ഷഹാദത്ത് തന്നേക്കണേ. ഈ ദുനിയാവ് വേണ്ട, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തുള്ള ദുനിയാവ് വേണ്ട, അത് മതി. എങ്കിൽ ഈ കാലത്ത് നമ്മൾ എന്താ ആഗ്രഹിക്കേണ്ടത്? ലോകത്തെ 1-ാം നമ്പർ മനുഷ്യൻ കൂടെയുള്ള ജീവിതം വേണ്ടെന്ന് വെച്ചിട്ടാണ് അവര് സ്വർഗത്തിലേക്ക് പോയത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. മാറ്റണം പ്രിയപ്പെട്ടവരെ. നമ്മൾ മാറണം, വീട് മാറണം, നമ്മുടെ മക്കൾ മാറണം. ഇസ്ലാമിൻ്റെ ഒരു ഭംഗിയുള്ള മുഖമുണ്ട്, അതായിരിക്കണം നമുക്ക്. മുഖമൂടിയാണ് ഇന്ന ചെന്നായിക്കളാവരുത്, മുഖമൂടി കെട്ടിയ കാട്ടുകള്ളന്മാരാവരുത്. ഉള്ളിൽ വേറൊന്ന്, പുറത്ത് വേറൊന്ന്. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് ഈ സൃഷ്ടികളിലെ ഏറ്റവും വൃത്തികെട്ടവൻ ദവിൽ വജ്ഹൈൻ, ഇരട്ട മുഖക്കാരൻ. യഅതി ഹൗലാഇ ബിവജ്ഹിൻ, ഇവിടെ വരുമ്പോൾ ഒരു മുഖം, വഹൗലാഇ ബിവജ്ഹിൻ, അപ്പുറത്ത് പോകുമ്പോൾ വേറൊരു മുഖം. കാര്യമില്ല. വഖാശ റളിയല്ലാഹു അൻഹു പെട്ടെന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. യുദ്ധം നടന്നുകൊടുക്കുകയാണ്, കൊടുമ്പിരി കൊണ്ടുവന്ന സമയം. വഖാശ ഓടി വന്നു, യാ റസൂലല്ലാഹ്. വഖാശിനെ മനസ്സിലായോ? ആരാള്? സബഖക ബിഹാ ഉക്കാശ. റസൂലുള്ളാഹി പറയാണ്, ദിവസം മദീന പള്ളിയിൽ നിന്ന്, എൻ്റെ ഉമ്മത്തിൽ 70,000 പേരുണ്ട്. അവർക്ക് ഹിസാബില്ല, ചോദ്യങ്ങളില്ല, കടമ്പകളില്ല, ഒരു പ്രശ്നമില്ല. ഖബറിൽ ഇങ്ങനെ എഴുന്നേൽക്കുക, നേരെ സ്വർഗത്തിലേക്ക്. അള്ളാഹു ആ കൂട്ടത്തിൽ കൊടുത്തട്ടെ. എന്നെ ദുആ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്രാഫീൽ രണ്ടാമത് തൂത്തൂതുമ്പോൾ ചെടികൾ മുളക്കുന്ന പോലെ ഇന്നാലും ഇങ്ങനെ എണീച്ച് വരുന്നു. നോക്കുമ്പോൾ തന്നെ ഉണ്ടാവും ഗ്രീൻ ചാനൽ, VVIP. പ്രത്യേകിച്ച് മനുഷ്യന്മാർ, കോടിക്കണക്കിന് മനുഷ്യന്മാർ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ ചാനൽ, നല്ല ചുവന്ന പരവതാനി ഇട്ടിട്ട് മലക്കുകൾ തൗബ ലക്കും വഹസ്നു മആബ്, വിട്ട ഓടിക്കോ, ഒരു പരിപാടിയില്ല. ഹിസാബില്ല, പറച്ചലില്ല, ഏടില്ല, കിതാബില്ല, നോക്കലില്ല, പിടിക്കലില്ല, ഒന്നുമില്ല. തൗബ ലക്കും വഹസ്നു മആബ് സലാമുൻ അലൈക്കും ഫദ്ഖുലൂഹാ, വിട്ടോളി, ഒന്നുമില്ല. 70,000 ആൾ. അവരുടെ പ്രത്യേകത എന്താ? വഹും ലാ യസ്തർഖൂൻ, ഒന്ന് മന്ത്രിപ്പിക്കൂല, തങ്ങളെ കാണാൻ പോവില്ല, ജിന്നുമാനെ കാണാൻ പോവില്ല, റാഖികളെ സമീപിക്കൂല, ഊതിപ്പിക്കാൻ പോവില്ല. മന്ത്രിച്ചിട്ട് ഊതിപ്പിക്കില്ല. മന്ത്രിക്കാം, സ്വയം നമുക്ക് ചെയ്യാം, പക്ഷെ വേറൊരുത്തൻ്റെ പോയിട്ട് അത് ചെയ്യിപ്പിക്കൂല. അഥവാ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖലാസ്, ഇനി ആ ചാൻസ് ഇല്ല. വലാ യതതയ്യറൂൻ, ശകുനം നോക്കൂല. കുറ്റടിക്കുമ്പോൾ നോക്കുന്നില്ല, അവർക്ക് കുറ്റടിക്കുമ്പോൾ നോക്കുന്നില്ലേ? ഒന്നില്ല. അതേപോലെ തതയ്യുർ, ഖുറൈശികൾക്കൊരു സ്വഭാവമുണ്ട്. അവർ യാത്ര തുടങ്ങുന്ന സമയത്ത് അവരെ ഒരു തുണി ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇത് മുഴുവട്ടല്ല വീണത്, ഇങ്ങോട്ട് പോകും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വീണാൽ ഇങ്ങോട്ട് പോവാം. പക്ഷികളെ പറപ്പിക്കും, പക്ഷികളെ മുകളിലേക്കിടും. അത് പറക്കുന്നത് വലത്തോട്ടാണെങ്കിൽ ഇന്ന് വലത്തോട്ട് പോവാം, ഇടത്തോട്ടാണെങ്കിൽ ഇടത്തോട്ട് പോവാം. കാരണം ഓപ്പോസിറ്റ് സൈഡ് പോയാൽ സംതിങ് റോങ്. പൂച്ച മുമ്പിലേ വന്നാൽ നല്ല മോനെ ഇന്ന് പോകണ്ട, വിമാനം മുകളിൽ നിന്ന് ആക്സിഡൻ്റ് ആവും. അങ്ങനെ നോക്കിയവന് ഇല്ല, ആ കൂട്ടത്തിൽ പെടൂല, 70,000 പെടൂല.
റാക്കികൾ വരസുന്ന കാലമാണ്. പോട്ടെ, അത് വേറൊരു വിഷയം. ഇത് പറയേണ്ട താമസം ഒക്കാശ ചാടണിച്ചു. അത് നമുക്ക് വേണമെന്നാ പറയുന്നത്. അതായത് നന്മകളിൽ മുമ്പിലാവാനുള്ള മുസാബക്ക, മത്സരിക്കാനുള്ളൊരു മനസ്സ്. യാ റസൂലല്ലാഹ് ഉദ്ഉ ലി അൻ അകൂന മിൻഹും, ഞാൻ ആ 70-ൽ പെടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണേ റസൂലേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത നീ ആ കൂട്ടത്തിലാണ്. ഒക്കാശക്ക് എന്തോ ഉറപ്പായിന്നറിയോ? നുബൂവത്തിൻ്റെ നാവാ പറയുന്നു, ഹിസാബില്ലാണ്ട് ഒക്കാശ നാളെ സ്വർഗത്തിലെത്തും. നമുക്കാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ പിറ്റേന്ന് നമ്മൾ റൂമിൽ അല്ല ബഹുസ്കരിക്കാൻ വന്നില്ലേ, എന്ത് ദൂർവായി നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കാലത്രയായി, എന്ത് ദൂറ്. ഇതായിരിക്കും നമ്മളെ അവസ്ഥ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒക്കാശ റളിയല്ലാഹു അൻഹു കേറുന്നുറപ്പിച്ച സ്വർഗത്തിൻ്റെ ദറജകൾ കൂട്ടാനുള്ള പെടാപ്പാടിലായി. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് കേട്ടപ്പോ അടുത്തിരുന്നാക്കും ആവശ്യമായി, യാ റസൂലല്ലാഹ് എനിക്കും വേണം, എനിക്കും വേണ്ടി ദുആ ചെയ്യൻ. സബഖക ബിഹാ ഉക്കാശ, നിന്റെ ചങ്ങായില്ലേ ഉക്കാശ, ആ ചാൻസ് കൊണ്ടേ ആ ഒറ്റൊന്ന് ഉണ്ടായിട്ടു ടിക്കറ്റ് വകുപ്പിന് കൊണ്ടേ. ഇനി ആർക്കില്ല, ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ പരിശ്രമിച്ചോളാം 70-ൽ പെടാൻ. ഈ ഉക്കാശ റളിയല്ലാഹു അൻഹു ആണ് ഓടി വരുന്നത്, യാ റസൂലല്ലാഹ് വാള് പൊട്ടിപ്പോയി. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാള് പൊട്ടിപ്പോയി, ഞാൻ എന്താ ആക്കണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പരിസരത്ത് പരതി തമ്പിൻ്റെ ഒരു മൂലയിൽ ഒരു വിറകിൻ്റെ കഷ്ണം കിട്ടി, എടുത്തു. നോക്കണേ, സഹാബത്തിൻ്റെ ഈമാൻ നോക്കണേ. എടുത്തു, ഉക്കാശക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പോ ഇതും കൊണ്ട് യുദ്ധം ചെയ്യും. ഉക്കാശ പോയി. നമ്മളെന്താക്കല്? എന്തെന്നും പോയി പറയുന്നു. നമ്മൾ ഇന്ന് ഹദീസിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാണ്. എന്റെ തലക്ക് തിരിയുന്നില്ല. ഞാൻ തിരിച്ചും മറിച്ചും അന്വേഷിച്ചു, സെർച്ച് ചെയ്തു, ലാബൊക്കെ കൊടുത്തു, മറ്റേ പണ്ഡിതിന് കൊടുത്തു, ഈ പണ്ഡിതിന് കൊടുത്തു. എന്റെ തലക്ക് ചേരുന്നയില്ല. എന്റെ തല ചേരാതെ സമ്മതിക്കാതിരുന്നപ്പോ ഞാൻ പറഞ്ഞു, കള്ള ഹദീസ് ഇതൊന്നും ദീനപ്പെട്ടതല്ല. പോട്ടെ, നിന്റെ ഇത്തിരി പോന്ന ബുദ്ധി കൊണ്ട് ഉടമസ്ഥന്റെ വഹീനെ സെർച്ച് ചെയ്ത നീ വൃത്തികെട്ടവൻ. എന്നിട്ട് മുഅ്മിനാന്ന് പറഞ്ഞാൽ വരുന്നത് മുമ്പോട്ട്. ഇത്തിരി പോകുന്ന ബുദ്ധി കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത വഹീനെ റിസർച്ചിന് വിധേയമാക്കുന്നവൻ. ഓന്റെ ഈമാൻ ബാത്തിലാണ്, ഓന്റെ ഈമാൻ ബാത്തിലാണ്. ഉക്കാശയെ പോലെയാണ് ഹദീസിന്റെ വിഷയത്തിൽ, ഉക്കാശയെ പോലെയാണ് സുന്നത്തിന്റെ വിഷയത്തിൽ. യുദ്ധമതിന്റെ അപ്പുറത്ത് കൊടുമ്പിന് കൊള്ളുക. അസമയത്ത് റസൂലുള്ളാഹി മരത്തിന്റെ കഷ്ണം കൊടുത്തിട്ട് പറയുന്നു, പോക്കാശ പോയി യുദ്ധം ചെയ്യും. തിരിച്ച് മറിച്ച് ചിന്തയില്ല. എങ്ങനെയപ്പോ യുദ്ധം ചെയ്യാ? ഒരു വിറകിന്റെ കൊള്ളിയല്ലേ, അപ്പുറത്ത് മൂർച്ചയുള്ള വാളല്ലേ? ചിന്തിച്ചില്ല. എന്തുകൊണ്ടില്ല? ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് എന്റെ റസൂല പറഞ്ഞു പോയി യുദ്ധം ചെയ്യാ. പോയി വെട്ടിത്തിളങ്ങുന്ന വാളായിട്ട് രൂപപ്പെട്ടു ആ മരകഷ്ണം. അതാ ഇതാഅത്ത്, അനുസരണ. എവിടെ? യുദ്ധക്കളത്തില്. നമ്മളിങ്ങനെ ചാരുക. റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഖൗമ് വരാനുണ്ട്, അവരിങ്ങനെ ചാരുകസേരയിൽ മുത്തഖീൻ ഇങ്ങനെ ചാരിയിരിക്കും. എന്നിട്ട് പറയും, നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, പിന്നെന്തിനാ നമുക്ക് ഹദീസ്? അങ്ങനെ പറയുന്നൊരു ടീം വരാനുണ്ടെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്ന് കാസർഗോഡെത്തി ഖുർആനില്ലേ, പിന്നെന്തിനാ നമുക്ക് ഹദീസ്? ഉക്കാശനെ കണ്ടു പഠിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എനിക്ക് തിരിയില്ല, ചിലപ്പോ എനിക്ക് റിസർച്ച് ചെയ്താലും മനസ്സിലാവില്ല. എനിക്ക് ഇങ്ങനെ എത്ര ലാഭം പകരുന്നാലും എനിക്ക് തിരിയില്ല. എനിക്ക് തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട നേതാവ് പറഞ്ഞതാണെങ്കിൽ അതാണ് സത്യം, അതേ സത്യമാകാവൂ. ഇതാണ് മുഹമ്മദ് മുസ്തഫയോടുള്ള മുഹബ്ബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉക്കാശയുടെ ഈമാനെ പറ്റി ഒന്ന് ആലോചിക്കുന്നത്, വെറുതെ ഒന്ന് തസവറാക്കി നോക്കിയ. കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് കുറേശികൾ വാളും പിടിച്ചിട്ട് വരിക. അപ്പോഴാ മരക്കഷ്ണം കൊടുത്തിട്ട് പറയുന്നത്, പോക്കാശ പോയി യുദ്ധം ചെയ്യുന്നു. നമ്മൾ അന്തമുട്ടാണ് നിൽക്കൂലേ? ഒരു സെക്കൻഡ് നിൽക്കൂലേ? ഉക്കാശ ഒരു സെക്കൻഡ് നിൽക്കുന്നില്ല, കിട്ടുന്നു പോകുന്ന വഴിക്കൊരു വാളായി രൂപപ്പെട്ടു. അദ്ദേഹം വഫാത്താകുന്നത് വരെ ആ വാള് കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, വിട്ടില്ല. ഔൻ എന്ന് പേര് വെച്ചു അദ്ദേഹം ആ വാളിന്, സഹായം എന്ന അർത്ഥത്തിൽ. ചില താരീഖിന്റെ ഉലമാക്കൾ എഴുതി, അദ്ദേഹം വഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ഖബറിൽ ആ വാള് വെച്ചിട്ട് എന്ത് ചെയ്തു? ഖബറടക്കി. സഹാബാക്കളുടെ ബസീറത്ത്. ഇല്ലെങ്കിൽ ഇപ്പം കോഴിക്കോട് എത്തിയാണ് ആ വാള്, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ആ വാളിന്ന് കോഴിക്കോട് ഉണ്ടാവും, അവിടെ വയനാട്. സഹാബാക്കളെ കണ്ടു, ശരിയല്ലേ? ഇത് കണ്ടോണ്ടിരിക്കല്ലേ സഹാബാക്കൾ ബദറില്, മുഅ്ജിസത്ത്
നേർക്ക് നേരെ ഉക്കാശന്റെ കൈമെന്നെങ്ങാൻ ആ വാള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വന്നാൽ ആ വാള് പൂജിക്കപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനത്തെ ഒരു കുന്തം ഉണ്ടായിരുന്നു ബദർ യുദ്ധത്തിൽ. അത് ആരുടെ കൈമലാന്നറിയോ? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് സുബൈർ ബിൻ അവ്വാമിന്. ഒരു ഖുറൈശി ശരീരം മുഴുവൻ ഇരുമ്പിന്റെ പടച്ചട്ട ധരിച്ച് കണ്ണ് മാത്രം ബാക്കിയാക്കി ഭയങ്കരമായി പൊരുതിക്കൊണ്ടിരിക്കുന്നു, വെല്ലുവിളികൾ നടത്തുന്നു. യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത, മുമ്പിലുള്ള എതിരാളിയുടെ ധൈര്യത്തെ ചോർത്തിക്കളയാൻ ഡയലോഗുകൾ പറയും. ഭയങ്കര രസമാണ് താരീഖില് യുദ്ധത്തിന്റെ സീനുകൾ വായിച്ചാൽ. ചില സേനാ നായകന്മാരൊക്കെ താരിഖ് ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ്, അമവി ഭരണകൂടത്തിന്റെ ആ സേനാധിപന്റെ യുദ്ധസമയത്തുള്ള പട്ടാളക്കാരോടുള്ള ചില പ്രസംഗങ്ങളുണ്ട്. നമ്മളെ രോമോൽ ഇങ്ങനെ എണീച്ചിരിക്കും. ആ സമയത്തൊക്കെ ഏതെങ്കിലും കിട്ടാനുണ്ടല്ലോ, അമ്മാതിരി പ്രസംഗങ്ങൾ, ആ വാക്കുകൾ യോദ്ധാക്കൾക്ക് ഇങ്ങനെ ചോര തിളക്കും. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 ലക്ഷത്തോളം വരുന്ന റോമൻ പട്ടാളക്കാരെ മുന്നിൽ നിൽക്കുന്നു, നസാറാക്കൾ. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി സേനാധിപതി വിളിച്ച് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ കള്ളിഷ്ടപ്പെടുന്ന പോലെ രക്തം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, വരാൻ പോവാണ്. ഖാലിദ് പറഞ്ഞതാണ്. ആ വർത്താനം കേൾക്കുമ്പോൾ തന്നെ പട്ടാളക്കാർക്ക് കാല് പറക്കാൻ തുടങ്ങും. അങ്ങനെ ആയിരിക്കണം സേനാധിപന്മാര്. സുബൈർ ബിൻ അവ്വാമിന് ഈ ചങ്ങായി വെല്ലുവിളിക്കാണ്, ആർക്കും അടുക്കാൻ കഴിയുന്നില്ല, പേടിയാന്ന്. കാരണം മൊത്തം കവചമുണ്ട്. ഇത് കേട്ടപ്പോൾ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തിന്റെ യുദ്ധപാഠവും പറയുന്ന കൂട്ടത്തിൽ പറയാൻ, ഈ ചങ്ങായിയുടെ കണ്ണ് ലക്ഷ്യമായി കുന്തമെറിഞ്ഞു, കറക്റ്റ് കണ്ണിന് കൊണ്ടു അടവ്. യുദ്ധത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുന്തം ചോദിച്ചു വാങ്ങി തൻ്റെ അടുക്കൽ സൂക്ഷിച്ചു എന്നാണ് താരീഖ്. ഇപ്പൊ ഇവിടെ അള്ളാഹു അലം നശിച്ചു പോകും. അള്ളാഹു നശിപ്പിക്കില്ലെങ്കിൽ ഉമ്മത്തി ശിർക്കിലേക്ക് പോകും. ഇപ്പൊ ഇല്ലാത്ത ചെരുപ്പും കുപ്പായവും മുടിയും കൊണ്ടുവന്നിട്ടാണ് ഇത്രയും വലിയ ശിർക്ക്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കള് കണ്ണുകൊണ്ട് നേർക്ക് നേരെ കണ്ടു ഉക്കാശന്റെ കൈമേലുള്ള വെട്ടിത്തിളങ്ങുന്ന ആ വാള് ബദറിന്റെ ഭൂമിയിൽ. ഒരു കാര്യം കൂടി പറയട്ടെ, അത് നേർക്ക് നേരെ കണ്ട സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടലും അനുസരിക്കലും എളുപ്പമാണ് അല്ലേ? കാരണം അവർ കണ്ടോണ്ടിരിക്കല്ലേ, അനുഭവിച്ചോണ്ടിരിക്കല്ലേ. നമ്മളോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ എൻ്റെ ഇഖ്വാനുകൾ ഒരു കാലം വരും. സഹാബാക്കൾ ആ സമയത്ത് ചോദിച്ചു, നബിയെ നമ്മളല്ലേ നിങ്ങളുടെ അല്ല, നിങ്ങൾ അസ്ഹാബി, എൻ്റെ അനുയായികൾ. ഇനി വരുന്നത് എൻ്റെ ഇഖ്വാനുകൾ. എന്നെ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങളെപ്പോലെ എന്നെ വിശ്വസിക്കുന്നവർ. ഇതൊക്കെ പെടാൻ നോക്കേണ്ടത് ആ സമയത്താണ്. ഏതാ ഹദീസ്? ഇത് അബൂ ഹുറൈറ. അയ്യോ, അബൂ ഹുറൈറ ജൂതൻ. അബൂ ഹുറൈറയെ ജൂതനാക്കിയതിനറിയോ? ഹദീസിനെ മാറ്റി വെക്കാൻ. കാരണം അബൂ ഹുറൈറ പറഞ്ഞല്ലേ, അപ്പോൾ ശരിയല്ല, കളവാണ്, അബൂ ഹുറൈറ ജൂതനാണ്. ഇവൻ്റെ എല്ലാ ആഖിറത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവനൊക്കെ എങ്ങോട്ടായി പോകാൻ പോകുന്നു? സഹീഹായിട്ട് ഉദ്ധരിക്കപ്പെട്ട ഇതുവരെയുള്ള പണ്ഡിതന്മാർ മുഴുവനും കൈകാര്യം ചെയ്തു വന്ന ഹദീസുകളെ പോലും വർത്തമാന കാലഘട്ടത്തിലെത്തിയപ്പോഴും ഇവിടെ ചേരുന്നില്ല. പൊട്ടന് മനസ്സിലാവില്ല. അത് എന്നെ പൊട്ടനായിട്ട് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം തിരിയുന്നില്ലെങ്കിൽ ആ കാര്യമല്ല തെറ്റി, എൻ്റെ തലയാ തെറ്റി. പക്ഷെ ഇവൻ പിന്നെ ബുദ്ധിജീവിയും റസൂലുള്ളാഹിന്റെ വാക്ക് പൊട്ടത്തരും. അതേപോലെ ബദർ യുദ്ധത്തിന്റെ ദിവസം നടന്ന പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം, ഖുറൈശി പക്ഷത്തിൽ നിന്നുള്ള സനാദീദ് ഖുറൈശിന്റെ അധപ്പതനമാണ്. ഒന്നാമത്തേത് അബൂജഹൽ. എന്തൊരു ധിക്കാരത്തോടെയാണ് വന്നത്. 2 പിള്ളേരെ കൊണ്ട് അല്ലാഹു അവൻ്റെ കഥ കഴിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനിങ്ങനെ നിൽക്കുകയാണ് യുദ്ധക്കളത്തിൽ. അപ്പം ഞാൻ 2 ഭാഗത്തേക്ക് നോക്കി. യുദ്ധമല്ലേ, അടുത്തുള്ളത് ആരാന്ന്, കുറച്ച് നല്ല പരാക്രമികളാണെങ്കിൽ ഒരു സന്തോഷമാണ്. ഞാൻ നോക്കുമ്പോൾ 2 പിള്ളേർ, പൊടിമീശ, അൻസാരികൾപ്പെട്ട 2 കുട്ടികൾ. ഞാൻ മനസ്സിൽ പറയാണ്, കുറച്ച് നല്ല യോദ്ധാക്കളായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യുദ്ധത്തിൽ ശത്രുക്കൾ വരുമ്പം ഒന്ന് തടയിടാനും സഹായിക്കാനും ഉപകാരപ്പെടുമല്ലോ. ഇത് പിള്ളേരായല്ലോ. ഞാനിത് വിചാരിച്ചതും വലതുഭാഗത്തുനിന്ന് അഫ്രാഇന്റെ മകൻ മുആദ് എന്ന് തോണ്ടി. യാ അമ്മി, ഞാൻ ചോദിച്ചെന്താ, അതാരിഫു അബാ ജഹൽ,
അബൂജഹലിനെ അറിയോ? ചെറുതാണെങ്കിലും അവൻ്റെ നാവ് വലുതാണ്. കാരണം ഏറ്റവും വലിയവനെ പറ്റിയാണ് ചോദിക്കുന്നത്. അബൂജഹലിനെ അറിയോ? ഞാൻ അറിയാം. അത് എനിക്കെന്താക്കണ്ട്? നീ എന്താക്കല അബൂജഹലിനെ കണ്ടിട്ട്? അപ്പം ആ മോൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹ്. ഞാൻ കഥ കേട്ടിട്ടുണ്ട്. അൻസാരിയാണ്. മക്കത്തിൽ നിന്ന് വന്ന ആൾക്കാർ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യസുബ്ബു റസൂലല്ലാഹ്, ഓൻ എൻ്റെ റസൂലിനെ ചീത്ത വിളിക്കാറുണ്ട്. ഇന്നെങ്ങാനും മോൻ എൻ്റെ മുന്നിൽ പെട്ടാൽ ഒന്നുകിൽ ഞാൻ, ഇല്ലെങ്കിൽ ഓൻ്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ ഇതിനെ കഥ പറഞ്ഞറിയോ? എൻ്റെ പുരക്കുണ്ട് ഈ പ്രായത്തിലുള്ള കുഞ്ഞ്, എൻ്റെ മോള്. നിങ്ങളുടെ വീട്ടിലുണ്ട്. എന്തറിയാം അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി? എന്തറിയാം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി, ദീനിനെ പറ്റി, ഇസ്ലാമിന്റെ ഈ ചരിത്രത്തെ പറ്റി? എന്ത് കൂറും എന്ത് ആത്മാർത്ഥതയും എന്ത് അടുപ്പമുണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ഈ പ്രായത്തിൽ, വയസ്സില് 8ാമത്തെ വയസ്സുള്ളവന്റെ മാതൃക സിനിമ നടനും സിനിമ നടിയും. ഫുട്ബോൾ പ്ലെയറാണ് മാതൃക. മുടിയെങ്ങനെ, കോലമെങ്ങനെ, വേഷമെങ്ങനെ, നടത്തം, ഇരുത്തം, ചിരി വരെ ദുനിയാവിലുള്ള ജൂത പരീക്ഷകളെ പോലെ, ജൂതന്റെ കേന്ദ്രത്തിലുള്ള മനുഷ്യന്മാരെ പോലെ എല്ലാം A to Z മുഹമ്മദ് മുസ്തഫാനെ അറിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ മക്കളെ മുടി കണ്ടാ അറിയാലോ, റസൂലുള്ളാഹിനെ അറിയില്ല എന്നുള്ളത്. നമ്മളെ പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരുടെ മുടിയും കയ്യിലുള്ള ചരടും ചെയിനും പാലയും അത് കണ്ടാ അറിയാലോ മുഹമ്മദ് മുസ്തഫാനെ തീരെ പരിചയമില്ല. സിയാസവും വന്ന വേ മനസ്സിലാവും, മമ്മൂക്കം ദുൽഖർ സൽമാനും വന്ന വേ മനസ്സിലാവും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ നോക്കിയിട്ട് ആരിപ്പാ അത് എഴുന്ന് കണ്ടിട്ട് തിരിയുന്നില്ല. കാട്ടറബിയാറ്റ കാരണം കോലെങ്ങനെയുണ്ട്? ഇന്നത്തെ മക്കൾ അങ്ങനെ ചോദിക്കും കണ്ടാല്. കാരണം പരിചയമില്ല. 13 വയസ്സുള്ള ചങ്ങായിയാ പറയുന്നത് റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ആ മോൻ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ, കാസർഗോഡ് അമീറോഡ് പള്ളിയിലുണ്ടെങ്കിൽ ആരെയാ ഫസ്റ്റ് കൊല്ലുക? നാട്ടിലെ ബാലേട്ടനെ, ജോസഫേട്ടനെ? ഇതിൻ്റെ ഉള്ളിലുണ്ട് സുന്നത്തിനെ കൊല്ലുന്നവൻ. ഇതിനകത്തുണ്ട് സുന്നത്തിനെ കുഴിച്ചു മൂടുന്നവൻ. ഇതിനകത്തുണ്ട് സുന്നത്ത് അവന്റെ തലക്ക് തിരിയാത്തത് കൊണ്ട് ശരിയല്ലാതെ പുലമ്പുന്നവൻ. അൻസാരികളെ മക്കൾ അവന്റെ തല വെട്ടും മുന്നിൽ കണ്ട. കാരണം അവർക്ക് അത്ര ഇഷ്ടമാണ് മുഹമ്മദ് മുസ്തഫാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് അത്ര വിശ്വാസമാണ് മുഹമ്മദ് മുസ്തഫാനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മോൻ പറഞ്ഞതാ, എൻ്റെ നബീനെ ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ, അവന് കാണട്ടെ എന്ന്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, എനിക്ക് കുറച്ച് സമാധാനമായി. ആള് കാണുമ്പോഴല്ല, സംഭവം ഉണ്ട്, കാമ്പുണ്ട്. ഞാൻ നല്ല കുറച്ചുകൂടി ഉഷാറായിട്ട് നിന്നു, അടുത്തുള്ള കൊള്ളാം. അപ്പോൾ ഇവിടുന്ന് മുഅവ്വദ് അൻസാരിയാണ്, അതേ പ്രായത്തിലുള്ള യാ അമ്മി താരിഫു അബാ ജഹൽ, നിനക്ക് അബൂജഹലിനെ അറിയോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താക്കൂടാ? ഇപ്പൊ ഇവൻ ചോദിച്ചിട്ടേ ഇല്ലു, നീ എന്താക്കും കണ്ടാല്? ഉഖ്ബിർതു അന്നഹു യസുബ്ബു റസൂലല്ലാഹ്. എനിക്ക് മുഹാജിരിങ്ങൾ കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ വണ്ടാണ്ട് ചീത്ത വിളിക്കലുണ്ട്. ഇന്ന് കണ്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ്റെ തല. അതിനായിട്ട് വന്നിരിക്കുക 2 പിള്ളേർ ബദറിലേക്ക്, അതിന് വേണ്ടി മാത്രം. ലക്ഷ്യം ഏറ്റവും ടോപ്പിൽ. ഞാൻ ഇവർക്കിത് പറഞ്ഞു കൊടുത്തതും ഇവരെ വർത്താനം കേട്ട് കഴിഞ്ഞതും ഇതാ വരുന്ന അള്ളാഹുവിൻ്റെ ശത്രു അവൻ്റെ കുതിരപ്പുറത്ത്. അബൂജഹലിൻ്റെ വലിപ്പത്തിലുണ്ടെന്നറിയോ? കുതിരൻ്റെ മുകളിൽ ഇരുന്നാൽ കാല് തറയിൽ മുട്ടാനാവും, അത്ര വലിയ മനുഷ്യനാണ്. എല്ലാ ജാനവും. ഞാൻ പറഞ്ഞ മക്കളെ, ഇതാ നിങ്ങൾ ചോദിച്ച ആൾ വരുന്നത്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കുറുക്കന്മാർ ചാടുന്ന പോലെ ഇത് രണ്ടും വാൾ കൊടുത്തിട്ട് ചാടി അബൂജഹലിന്റെ നേരെ. അതിൽ മുഅവ്വദിന്റെ വെട്ട് അബൂജഹലിന്റെ ഒരു കാലിന് കൊണ്ടു. ഇത് കണ്ട സഹാബി എന്താ പറയുന്നറിയോ? നമ്മൾ ആ സെക്കൻഡിൽ ആട്ടൂലേ, ഈത്തപ്പഴത്തിന്റെ കുരു, ഈത്തപ്പഴം ഇങ്ങനെ ചെതക്കാൻ വേണ്ടി ആട്ടുമ്പം ചിലപ്പോൾ കല്ലിന് കൊണ്ടിട്ട് ഈ കല്ലിന്റെ ഈത്തപ്പഴത്തിന്റെ കുരു തെറിച്ചു പോകും. നമ്മൾ ടയർ, കാറിന്റെ ടയറൊക്കെ കല്ലിന് കൊള്ളുമ്പോൾ കല്ല് തെറിക്കുന്നില്ലേ? അബൂജഹലിന്റെ ഒരു കാലങ്ങനെ തെറിക്കുന്നത് ഞാൻ കണ്ടു. ഈ ചെക്കൻ്റെ വെട്ടലിൽ എന്ത് വെട്ടാ വെട്ടിയിട്ടുണ്ടാവുക? ആ വെട്ടുമ്പോൾ ആ പവർ എന്തായിരിക്കും എന്നറിയോ? എൻ്റെ ഹബീബിനെ ചീത്ത വിളിച്ചവനാണ് ആ വികാരത്തിൽ ആ വെട്ടിയിട്ടുണ്ടാവുക. ഒറ്റ വെട്ടിന് കാല് തെറിച്ചു. പക്ഷെ അബൂജഹൽ നേതാവല്ലേ, എന്തായാലും കിങ്കരമാരെ ചുറ്റും ഉണ്ടാവുമല്ലോ. ആരോ മുആദിനെ തിരിച്ചു വെട്ടി. അദ്ദേഹം പറയാൻ, എൻ്റെ ഒരു കൈ അറ്റിറ്റ് തൂങ്ങാൻ തുടങ്ങി. തോളിൽ എല്ല് പൊട്ടി, ഇറച്ചിയും പോയി, തോളിൽ കൈ തൂങ്ങുന്നുണ്ട്. അദ്ദേഹം പറയാണ്, തുടർന്ന് അങ്ങോട്ടുള്ള യുദ്ധത്തിന് എനിക്ക് പ്രയാസം പോലെ തോന്നി. ഞാൻ ഒരു കാല് കൊണ്ട് ചവിട്ടിച്ചൊന്ന് വെടിച്ചു, അപ്പം അത് ഉറ്റുപോയി. പിന്നെ എനിക്ക് റാഹത്തായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റിയെന്ന്. എന്താ കഥ ഇത് പ്രിയപ്പെട്ടത്?
നമ്മളുടെ മുൻഗാമികളുടെ മക്കൾ യുദ്ധക്കളത്തിൽ കാണിച്ച ധൈര്യത്തിന്റെ കഥയായി പറയുന്നു. ഏറെയുണ്ട് ഞാനും എൻ്റെ മക്കളും നിങ്ങളും നിങ്ങളെ മക്കളും. ഈ കൈ തൂങ്ങുമ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, ചവിട്ടിയിട്ടങ്ങ് വലിച്ചു. നാളെ ആഖിറത്തിൽ അള്ളാന്റെ കോടതിയിലെ മക്കളൊക്കെ നെഞ്ചും പിരിച്ചിട്ടാ വന്ന് നിൽക്കുക. ചോദിക്കും എന്തുണ്ട്, ഇതന്നെ ഒരു കൈ കാണുന്നില്ല, നിനക്ക് വേണ്ടി തന്നതാണ്, പോ മോനെ പോ. അവിടെ ചോദ്യം പറച്ചൊന്നും വേറെ ഇല്ല, വിട്ടോളി. അതൊക്കെ ഇഖ്ലാസോടെ കൊടുത്തിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. കഥ കേൾക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവർ. ഞാൻ എന്നോട് 1000 പ്രാവശ്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ കേൾപ്പിക്കുന്നത് മാത്രം. കഥ കേൾക്കാനുള്ളതല്ല, ജീവിച്ച് തെളിയിക്കാനുള്ളതാണ്. അങ്ങനെ വെട്ടാനും കുത്താനും പോകാനല്ല. എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് നഫ്സിനോട് ചോദിക്കാൻ ആ മുഹമ്മദ് മുസ്തഫയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നും ചാടി ഓൻ്റെ വെട്ടും കൊണ്ടു അബൂജഹൽ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. ഇങ്ങനെ മക്കത്ത് ഇങ്ങനെ നടന്നോനെ ബദലിൽ അള്ളാഹു എന്ത് ചെയ്തു? പീക്കിരി പിള്ളേരെ കൊണ്ട് വീണു. ഈ 2 പിള്ളേർക്കുള്ള സന്തോഷം പറയക്കണം. ആരെയാ ഈ വെട്ടിയിട്ടിരിക്കുന്നത്? ഇവരെ ലക്ഷ്യമിട്ട് വന്നത് ആരെയാണോ അതേ ചങ്ങായിനെ കിട്ടിവെട്ടി ഓടി റസൂലുള്ളാഹിന്റെ കൂടാരത്തിലേക്ക്. ഞാൻ കൊന്നു. സുല്ലാഹിത്തെ 2 വീട്ടിൽ ചോദിച്ചു, കൊന്നിട്ട് വാളിവിടെ? 2 തുടച്ച് വൃത്തിയാക്കിനോ? ഇല്ലില്ല. നോക്കുമ്പോൾ 2 വാളിലുണ്ട് അബൂജഹലിന്റെ ചോര. സുല്ലാഹി പറഞ്ഞു, കിലാകുമാ ഖതൽതുമാ, നിങ്ങൾ 2 തന്നെ കൊന്നത്. 2 സമാധാനമായി. പക്ഷെ റസൂലുള്ളാഹി യുദ്ധത്തിന് ശേഷം സഹാബാക്കൾ വന്നു നിൽക്കുമ്പോൾ പറഞ്ഞു, ഒന്ന് ആ ചങ്ങേനെ പോയിട്ട് നോക്ക്, മരിച്ചിട്ടുണ്ടാവില്ല, കാരണം പിള്ളേർ വെട്ടിയതാണ്, അങ്ങനെ ഒന്നും ചാവൂല. ആരാ പോയെന്നറിയോ? നോക്കാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മക്കത്തിൽ നിന്ന് അബൂജഹൽ ചാട്ടവാറെടുത്തിട്ട് പറയും, ആട്ടിടയന്റെ മോനെ മാറിക്കട, ഖുറൈശിന്റെ മുമ്പിൽ നടക്കാനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? ഓടിക്കും ഇബ്നു മസ്ഊദിനെ. പാപം, മെലിഞ്ഞ മനുഷ്യൻ, നമ്മളെ ഈ കൈൻ്റെ ഉണ്ടാവില്ല 2 കാലിന്, അങ്ങനത്തെ മനുഷ്യൻ. ഫക്കീർ. പക്ഷെ ആരെന്നറിയോ? മുജാഹിദ്, മുഫസ്സിർ, മുഹദ്ദിസ്, പിന്നെന്താ പറയാ, ഖാദി, ഇമാം, ഖാരി. ഇതൊക്കെയാണ് ഇബ്നു മസ്ഊദ്. ആ 2 കാല് നോക്കിയിട്ട് സഹാബാക്കൾ ചിരിച്ചു. വലിയ കാല് കണ്ടപ്പോൾ മരുത്തുമക്കരുത് ആറാക്ക് പറിക്കാൻ. ഇപ്പൊ കാറ്റ് വന്നൊക്കെ കന്തൂറ പാറി, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഡ്രസ്സിന്റെ അളവ്. കണങ്കാലിന്റെ പകുതി, ആണുങ്ങളുടെ വേഷത്തിന്റെ കണക്ക്. ഇവിടം വരെ ഉള്ളൂ കുപ്പായം. കാറ്റ് വന്നപ്പോൾ മുട്ടിന്റെ അങ്ങോട്ട് കണ്ടു, ഇത്രയേ ഉള്ളൂ. സഹാബാക്കൾ ചിരിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിരിക്കുന്നു? ആ കാണിന്റെ ഭാരം എത്രയെന്നറിയോ? നാളെ മീസാനിൽ അള്ളാഹു നന്മതിന്മകൾ തൂക്കുമ്പോൾ ഇബ്നു മസ്ഊദിന്റെ 2 കാലുകൾ ഉഹദ് മലയേക്കാളും ഭാരമുള്ള കാലുകളാണ്. നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ഒന്ന് ഖിയാമുൽ നിൽക്കാൻ പറയുമ്പോൾ വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. ഈ തടിയും കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല. ഈ തടിനെ കൊണ്ട് ചെയ്തിട്ടുണ്ടാക്കേണ്ട ഒരു ഭാരമുണ്ട്, അതുണ്ടാക്കണം. ഇബ്നു മസ്ഊദ് ഓടി നോക്കുമ്പോൾ കാലറ്റ് പോയിട്ട് മലന്ന് കിടക്കുന്നു. ഇബ്നു മസ്ഊദ് എന്താ ചെയ്തറിയോ? നേരെ ചാടി നെഞ്ചുമ്മ കയറി നിന്നു അബൂജഹലിന്റെ. മധുര പ്രതികാരം അള്ളാഹു ചാൻസ് കൊടുക്കാൻ മുഅ്മിനീങ്ങൾക്ക്. നെഞ്ചുമ്മ കയറിയുന്നു. ഇവൻ ചോദിക്കാ, കിബറൻ, അഹങ്കാരി, ഖനം, ആട്ടിടയാ, നീ അല്ലാണ്ട് വേറെ ആരുമില്ല എന്നെ കൊല്ലാൻ, ഒരു ഖുറൈശിനെ കിട്ടൂലേ? മരിക്കാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിബർ പോകുന്നില്ല. ഇന്നെന്ത് സംഭവിച്ചു? എന്താ കാരണം വീണു, നേരത്തെ വീണു, എന്നും തിരിയുന്നില്ല. എന്ത് സംഭവിച്ചു? ആരാ ഇന്ന് ജയിച്ചത്? അദ്ദേഹം പറഞ്ഞു, അഖ്സാഖല്ലാഹു യാ അദുവല്ലാഹ്, അള്ളാഹിന്റെ ശത്രുവിനെ അള്ളാഹു നിന്ദനാക്കട്ടെ. ഇന്ന് അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് വിജയം. ആഞ്ഞു വെട്ടി തലവരെയാക്കി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാ അബൂജഹലിന്റെ തല കുത്തിയിട്ട് വന്ന് കാണിച്ചു കൊടുക്കാൻ. റസൂൽ പറഞ്ഞു, അല്ലാഹു അക്ബർ. തക്ബീർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന്റെ ഫിർഔനാണിത്. കഥ കഴിഞ്ഞു. അള്ളാഹ്ക്ക് അത്രയേ ഉള്ളൂ. വലിയ കളിയൊന്നും കളിക്കണ്ട ദുനിയാവിൽ. അങ്ങനെ ഭയങ്കര കളിയൊന്നും കളിക്കരുത്. സെക്കൻഡ് കൊണ്ട് അള്ളാഹു കടത്തിക്കളയും. അബൂജഹലിനെ വീഴ്ത്തിയ പോലെ ബദറിൽ അബൂജഹലിന്റെ കഥ ഖലാസ്. എന്തൊക്കെയാ പ്രവർത്തിച്ചത്, എന്തല്ല ചെയ്തത്. അള്ളാന്റെ ഹദാനിയത്തിനെതിരെ അള്ളാഹ് പറഞ്ഞു, മതി, ഖലാസ്, നിന്റെ കഥ പോയി. വേറെ കൂടെ ഉണ്ടായതിനാണ് ഉമയ്യത്ത് ബിൻ ഖലഫ്. ആരെ മുതലാളി? ബിലാലിന്റെ മുതലാളി. വരാൻ കൂട്ടാക്കിയില്ല, പക്ഷെ അബൂജഹൽ കളിയാക്കിയിട്ട് എത്തിച്ചതാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബൂജഹൽ എന്ത് ചെയ്യുന്നു? പെണ്ണുങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന അത്തർ, ബഹൂർ, അത് കൊടുത്തിട്ടാണ് കൈമൽ. പറഞ്ഞു, പോയിട്ട് ഉമയ്യക്ക് കൊടുക്ക്, കളിയാക്കാൻ.
നീ പെണ്ണിനെ പോലെ ഇത് പുകച്ചിട്ട് പുരക്കിയിരുന്നോ, നമ്മൾ ആണുങ്ങൾ യുദ്ധത്തിന് പോവാണ്. ജോഷ് വന്നു. അങ്ങനെ ഉണ്ടല്ലോ, അഭിമാനം തൊട്ട് കളിച്ചാൽ പിന്നെ അങ്ങനെ വന്നതാ പാവം. യുദ്ധം ചെയ്യാനൊന്നും കഴിയുന്നില്ല, തടിച്ചുരുണ്ട മനുഷ്യനങ്ങനെ. ഞാനൊക്കെ യുദ്ധത്തിന് എന്തായിരിക്കും അവസ്ഥ? ചിരിക്കണ്ട, ചെയ്യും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. അള്ളാഹുക്കെല്ലാം ആഫിയത്ത് നസീബാക്കി തരട്ടെ. ഇവൻ ഉമയ്യത്ത് അല്ലാതെ പാവം, ഇതും ചെയ്യാൻ കഴിയില്ല. ഒരു മൂലക്ക് ഇങ്ങനെ വാണം കുത്തി പിടിച്ച് നിൽക്കുന്നുണ്ട് പാവം. ഇത് കണ്ടിട്ട് അബൂജഹൽ അവിടെ നിന്ന് വീടുന്ന് 70 പോയില്ലേ, 70 വീടില്ലേ. അലിയിൻ്റെയും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഉമറിൻ്റെയും ഒക്കെ വാൾപ്പയറ്റെല്ലാം കണ്ടിട്ട് കണ്ണിന്ന് ഈച്ച മാറിയിട്ട് നിൽക്കുകയാണ് ഉമയ്യ ഒരു മൂലക്ക്. അപ്പോഴുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുമ്പ് കണ്ടപാട് വിളിച്ചു. കാരണം വലിയ ചങ്ങായിമാരാണ് അബ്ദുറഹ്മാൻ ഔഫും ഈ ഉമയ്യയും, വലിയ ചങ്ങായിമാരാണ്. അദ്ദേഹത്തിന്റെ അബ്ദുറഹ്മാന്റെ ശരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ ആയിരുന്നില്ല. അബ്ദു അംബ്ര അങ്ങനെ എന്തൊരു പേരാണ്. പക്ഷെ അത് പിന്നീട് അബ്ദുറഹ്മാൻ എന്ന് തൗഹീദിലേക്ക് വന്നപ്പോൾ മാറ്റി. പക്ഷെ റഹ്മാൻ ഖുറൈശികൾ അംഗീകരിക്കാത്ത അള്ളാഹുവിന്റെ സിഫത്താണ്. ഖാലു വമർ റഹ്മാൻ. കാരണം അള്ളാഹു എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണെന്നുള്ളത് പറ്റൂല. കാരണം അവർക്ക് എന്താ, ഇയാളും ചെയ്യും മറ്റോളും ചെയ്യും ഇവരും ചെയ്യുന്നല്ലേ, അള്ളാഹ് മാത്രം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഉമയ്യ പറഞ്ഞു ഇദ്ദേഹത്തോട്, നിന്നെ ഞാൻ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കൂല, കാരണം വിളിച്ചപ്പോൾ ഞാൻ അംഗീകരിച്ചു പോലായില്ലേ, ഞാൻ അബ്ദുൽ ഇലാഹ് എന്ന് വിളിക്കാം. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയാ മൂപ്പര് വിളിക്കല്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ നടന്നു പോകുന്ന കണ്ടപ്പം ഈ തത്തമ്മ പൂച്ച ഉണ്ടല്ലോ, നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കും. അബ്ദുറഹ്മാൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അബ്ദുറഹ്മാൻ കയറി വരുമ്പോൾ തത്തമ്മ വിളിക്കും അബ്ദുറഹ്മാൻ. പൂച്ച വന്നാലോ, പൂച്ച വന്ന തത്തമ്മ പൂച്ച വന്നെന്ന് പറയില്ല, കീ 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 നാക്കേ ഉള്ളൂ. ഉമയ്യത്ത് അബ്ദുലില്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇവിടുന്ന് കണ്ടപ്പോ ആ പേരങ്ങ് മറന്നുപോയി. സംഭവം എന്താ, ലെവല് മാറിയിട്ടാ നിൽക്കുന്നത്, പേടിച്ച് പുറച്ചിട്ടാ നിൽക്കുന്നത്. അബ്ദുറഹ്മാൻ ഔഫിന്റെ പഴയ പേര് വിളിച്ചു. അദ്ദേഹത്തിന്റെ പേര് മറന്നതാണ്, ഇപ്പോൾ നടന്നുപോയി. കാരണം പേര് ആരോ വിളിക്കുന്ന പോലെ തോന്നി. പിന്നെ ആ ബോധം വന്നത്. അപ്പൊ തന്നെയാണ് അബ്ദുല്ല. അപ്പൊ തിരിഞ്ഞു നോക്കി, എന്നൊന്ന് രക്ഷപ്പെടുത്തു ഉമയ്യ, നീ എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും പറ്റുന്നില്ല, നീ രക്ഷപ്പെടുത്തു. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വരുന്നെങ്ങനെയാണെന്നറിയോ, ആരെയൊക്കെയോ വധിച്ചിട്ട് അവരെ കൈമെന്നുള്ള വാളും പരിചയം ഗനീമത്ത് അദ്ദേഹത്തിന് കിട്ടിയത് എടുത്തിട്ട് കൈമ പിടിച്ചിട്ടാണ് വരുന്നത്. ഉമയ്യ പറഞ്ഞു, ഇതെല്ലാം എന്തെന്ന്, ഇതെല്ലാം കള, നീ എന്നെ പിടിച്ചിട്ട് വേഗം കൊണ്ടോ തടവുകാര കൂട്ടത്തിൽ, പ്രായശ്ചിത്തം തരുമ്പം നിനക്ക് ഞാൻ വേണ്ടത് തരാം. കാരണം പൈസക്കാരനാണ് ഉമയ്യ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാണ്, ഞാനും ചിന്തിച്ചു, ഈ 2 പരിചയമാണ് കിട്ടിയിട്ട് എന്താ കാര്യം, ഇവൻ മുതലാണ്, ഇവനെ പിടിക്കാം. ഞാൻ കൈമലുള്ള ചാടിയിട്ട് ഉമയ്യനെ പിടിച്ചിട്ട് വരിക. ശത്രുക്കൾ എത്രയുണ്ട്? 1000-ഓളം ഉണ്ട്. ഇവര് 300 ചില്ലാണ്. അപ്പൊ 1300 ചില്ലാനും ആളുകൾ ഇങ്ങനെ പെരകാണ് ബദറിൽ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കയ്യും പിടിച്ച് അഭയം നൽകിയിട്ട് കൊണ്ടുപോകുന്നത് ദൂരത്തുനിന്ന് ആ വെളുത്ത കണ്ണുകൾ കണ്ടു. കറുത്ത മനുഷ്യന്റെ വെളുത്ത കണ്ണ് കണ്ടു. അള്ളാഹു കാണിച്ചു. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു ഓടി വന്നു, മാ നജൗതു ഇൻ നജാ, ഇവൻ രക്ഷപ്പെട്ടിട്ട് പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? വാളെടുത്തിട്ട് വന്നു. അബ്ദുറഹ്മാൻ മുമ്പിൽ വന്നു. ബിലാൽ എങ്ങോട്ടാ? ഞാൻ അഭയം കൊടുത്ത ആളാണ്, തൊടാൻ പാടില്ല. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചു, അൻസാറുകളായ ചങ്ങാതിമാരെ. ബിലാൽ മക്കത്തിൽ നിന്ന് വന്ന ആളാണ്. ബിലാലിന്റെ കഥകൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. ഈ തടിയനായ ചങ്ങായി ബിലാലിനോട് കാണിച്ച ക്രൂരത മദീനത്തെ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. അൻസാരികളെ, ഇതാ നിങ്ങൾക്കറിയാം ഇവൻ എന്താ ചെയ്തത് എന്ന്. അബ്ദുറഹ്മാൻ അഭയം കൊടുത്തിരിക്കുന്നു, എനിക്ക് ഇവനെ കൊന്നേ പറ്റുള്ളൂ. അൻസാറുകളായ സഹാബാക്കള് കൂടെ വന്ന്, എങ്ങനത്തെ മനുഷ്യന്മാരെന്നറിയാം, അവര് പരസ്പരം കണ്ട കീരിയും പാമ്പും പോലത്തെ മനുഷ്യന്മാരായിരുന്നു. ഇസ്ലാം അവരാക്കിയത് ഇങ്ങനെയാണ്. നമുക്ക് ജനിച്ചപ്പോഴേ ഇസ്ലാം ഉണ്ട്, നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നു. അവരിങ്ങനെ ആയിരുന്നു. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹു ഇങ്ങനെ ആക്കി അവരെ. അബ്ദുറഹ്മാൻ വിട്ടുകൊടുത്തേ പറ്റൂ ബിലാലിന്. ഇത് ബിലാലിന്റെ ഇരയാണ്, ഇവിടെ അള്ളാഹ് കൊണ്ടേ കൊടുത്തതാണ്, വിട്ടുകൊടുത്തേ പറ്റൂ. അബ്ദുറഹ്മാൻ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ മാറി മാറി നിൽക്കും, ആളുകൾ ഇങ്ങനെ കുത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കാലിന് വെട്ടേറ്റു. അദ്ദേഹം ആ വേദന കൊണ്ട് കുഞ്ഞിന്റെ സമയം ബിലാല് ഉമയ്യത്തിന്റെ നെഞ്ചു നോക്കി നല്ല ഭക്തിക്കന്ന് കൊടുത്തു. ഖലാസ്, ഉമയ്യ പോയി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാണ്, ബിലാലിനെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്താ കഥ എന്നറിയോ? എന്തെങ്കിലും കിട്ടിയതാ ബദറിൽ, 2 പരിചയം ഒരു വാളും. ഇത് ഇവനെ കിട്ടിയപ്പോൾ അത് കളഞ്ഞ്, എന്തിന് വലുത് കിട്ടാൻ. ബിലാല് വന്നിട്ട് 2 ഇല്ലാണ്ടാക്കി, ഒന്നും കിട്ടാണ്ടായി.
പക്ഷെ എന്നാലും ദേഷ്യം തോന്നിയില്ല. ഈ കറുത്ത മുത്തിന്റെ ഭാര്യ ആരെന്നറിയോ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന കോടീശ്വരന്റെ പെങ്ങള് ഹല, ഈ കറുത്ത മുത്തിന്റെ ഭാര്യ. പെങ്ങളെ കെട്ടിച്ചു കൊടുത്തു ബിലാലിനെ. കാരണം അവർ കാണുന്നത് പുറത്തുള്ള വെളുപ്പല്ല, പിന്നെ ഉള്ളിലുള്ള വെളുപ്പാണ്. എൻ്റെ പെങ്ങൾക്ക് പറ്റിയ പുതിയാപ്പിള ബിലാൽ തന്നെ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആദർശം, ദീൻ, ഈ പ്രസംഗിക്കുന്ന ഞാനും നമ്മളും ഏറെയുണ്ട് പ്രിയപ്പെട്ടവരെത്തി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവരോടിയല്ലോ, ശത്രുക്കളുടെ മയ്യത്തുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പറഞ്ഞു. അവരുടെ കാലിൽ പിടിച്ചു വലിച്ചിട്ടാണ് സഹാബാക്കള് മയ്യത്തുകൾ ആക്രമണത്തിൽ കൊണ്ടുപോയിട്ടിട്ടല്ലോ, അതിനു വേണ്ടി കൊണ്ടിരുന്നു. ഉമയ്യത്തിനെ വിളിക്കാൻ നോക്കുമ്പോക്ക് പൊന്തുന്നില്ല. എല്ലാ ആചാരമായ മനുഷ്യൻ പൊന്തുന്നില്ല. കുറെ സഹാബാക്കൾ വന്നിട്ട് പൊക്കാൻ നോക്കുമ്പോഴേക്കും ബദറിൽ ചുട്ട് പഴുത്ത് കിടക്കുന്ന പാറയിൽ ഉമയ്യത്തിന്റെ ശരീരം പറ്റിക്കിടക്കുന്നു, വലിച്ചിട്ട് വരുന്നില്ല. അവരാഞ്ഞു വലിച്ചു, തോലും ഇറച്ചിയും കീറാൻ തുടങ്ങി. സഹാബാക്കൾ പറഞ്ഞു, വേണ്ട, അവിടെ ഇട്ടേക്കിൻ. അവിടെ തന്നെ കിട്ടിയ കല്ലും മണ്ണും അവൻ്റെ മേത്തിട്ട് മൂടിയിട്ട് ഒരു തിരിച്ചു വന്നു. താരീഖിൻ്റെ ഉലമാക്കൾ പറഞ്ഞു, യാദൃച്ഛികമായി സംഭവിച്ചതല്ല. അന്നാ ബിലാലിൻ്റെ നെഞ്ചത്ത് കല്ല് പൊള്ളിച്ചിട്ട് വെക്കുമ്പം ഉമയ്യത്ത് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല, ബദറിൽ എൻ്റെ മേത്തേക്കും വലിച്ചു വാരി ഇടാൻ പോകുന്നുണ്ട്. കൊടുക്കേണ്ടവർക്ക് അള്ളാഹു കൃത്യമായിട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ബാലിമാവരുത്, അക്രമിയാവരുത്. ഒരാളെയും നാവുകൊണ്ടോ കൈകൊണ്ടോ ദുൽമ ചെയ്യുക. കാരണം മദ്ലൂമിൻ്റെ ദുആ ഹിജാബില്ലാണ്ട് ദർബാറിലെത്തും. അത് മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കുകയും ചെയ്യും. അല്ലാഹു കാക്കട്ടെ. ബാലിമാവണ്ട. അത് മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ, വലൗ കാന കാഫിറൻ, കാഫിറാണെങ്കിലും ശരി, ദുആ മുളയ്ക്കും. അക്രമിയാവരുത്. ഉമയ്യത്ത് ബിൻ ഖലഫിന് അല്ലാഹു കിട്ടേണ്ടത് അവിടെ തന്നെ കൊടുത്തു. മറ്റൊരുത്തനുണ്ട്, ഉഖ്ബത്ത് ബിൻ അബീ മുഈത്ത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയോ, അവൻ തടവുകാരിൽ പെട്ടു, പിടിച്ചു. തടവുകാരെല്ലാവരും വിട്ടയച്ചു. 2-3 ആൾക്കാരെ വിട്ടില്ല, അതിലൊന്നിവനാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇവനെ വിട്ടാൽ ശരിയാവില്ല, തട്ടിയേക്കും. യുദ്ധത്തിന് ശേഷം അയാളുടെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, മക്കത്ത് നിന്ന് പുറത്ത് ഞാൻ നിന്നെ കണ്ടാൽ നിന്നെ ഞാൻ കൊല്ലും. അതേപോലെ സംഭവിച്ചു, കൊന്നോളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ അതിഗംഭീരമായ വിജയം, സഹാബാക്കൾ നൽകിയ ഗംഭീര വിജയം. ഈ പറയപ്പെട്ട നേതാക്കന്മാരെല്ലാം വിട്ടു. ഏകദേശം 70ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു, 70ഓളം ആളുകളെ പിടികൂടുകയും ചെയ്തു. സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നും 6 മുഹാജിരീങ്ങളും 8 അൻസാറുകളും, ടോട്ടൽ 14 പേര് ഷഹീദായി. അവർക്കൊരു നഷ്ടമില്ല, അവർക്കൊരു നഷ്ടമില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അള്ളാഹിന്റെ അടുത്ത് ജീവനോടെ ഉണ്ട്, അള്ളാഹു റിസ്ക് കൊടുക്കുന്നുണ്ട്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഫദ്ലിൽ അവർ സന്തോഷവാന്മാരായി അവിടെ കഴിയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അവരെ സന്തോഷിപ്പിക്കുന്ന ആ റബ്ബിലേക്ക് തിരിയണം. അവരിലേക്ക് തിരിഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇനിയൊന്നും ടൈമില്ല. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ബദരീങ്ങളെ ഓരോന്ന് കാക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരാൻ അവർക്ക് ടൈമില്ല. അവർ അള്ളാഹിന്റെ അടുത്ത് സ്വർഗത്തിലെ അർശിന്റെ ഭാഗത്ത് കൂടുകൂട്ടി സ്വർഗത്തിന്റെ വെള്ളം കുടിച്ച് സ്വർഗത്തിന്റെ പഴങ്ങൾ തിന്നിട്ട് അവിടെ സുഖിക്കുക. അതിൻ്റെ ഇടയിൽ കാസർഗോഡൊക്കെ വിളിച്ചാൽ വരുമോ സ്വർഗത്തുനിന്ന്? അതെല്ലാം നമ്മളെ പഠിപ്പിക്കപ്പെട്ടു. ഒരു കഥ കൂടി പറയാം. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ആ 21കാരൻ പണ്ഡിതൻ, മഹാപണ്ഡിതൻ, ബദറിലുണ്ട്. ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് പിടിക്കപ്പെട്ട 70-1 മുസ്അബിന്റെ ഇച്ഛ. മുസ്അബിന്റെ ഇച്ഛ ശരിക്കും ശ്രദ്ധിക്കണേ, തൗഹീദിന്റെ വക്താക്കളെ ശ്രദ്ധിക്കണേ. മുസ്അബിന്റെ ഇച്ഛയുണ്ട്. അവിടെ ചങ്ങലയിൽ മദീനത്തെ പള്ളിയിൽ തൂണ്ട് കെട്ടിയിട്ടാണ് ഇരിക്കുന്നുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോണ്ട് ആരിയ്ക്കുന്നത്, ഇച്ഛ ഇങ്ങനെ തൂണുമേ കെട്ടിയിട്ട്. ഇച്ഛാക്കൊരു ഇത് വന്ന്, എൻ്റെ അനിയൻ വരുന്നു. എൻ്റെ അനിയൻ എന്താക്കും? എന്തെങ്കിലും പറഞ്ഞിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞിട്ട് എന്നെ ഇപ്പോൾ ഇരുന്ന് വിടിപ്പിക്കും. അങ്ങനെ അനിയൻ വന്ന് അടുത്തെത്തി. നിങ്ങളിവിടെ ഉണ്ടല്ലേ? പട്ടാളക്കാരെ ചങ്ങായിമാരെ വിളിച്ചു, സഹാബാക്കളെ. പിന്നെ ഇവനെ വെറുതെ വിടാൻ പാടില്ല. ആൾക്കാരെ വാങ്ങുന്നതിൻ്റെ 10 ഇരട്ടി പൈസ വാങ്ങിയിട്ടേ വിടാൻ പാടുള്ളൂ. ഇവൻ്റെ ഉമ്മ വലിയ പൈസക്കാരിയാണ്. ഉമ്മനെ പറ്റിയാ പറയുന്നത്. ഇവൻ്റെ ഉമ്മ വലിയ പൈസക്കാരിയാണ്, നല്ല പൈസ എന്നാ വിട്ടാൽ മതി. അപ്പൊ ഇച്ഛ പറഞ്ഞു, ഷാബേ, ഞാൻ നിന്റെ സഹോദരനിലടാ, നീ എന്നെ എങ്ങനെങ്കിലും ഒഴിവാക്കിക്കണം. മുസ്അബ് ബിൻ ഉമൈറിന്റെ മറുപടി എന്താ അറിയോ?
നീ എൻ്റെ സഹോദരനല്ല. ആദർശബന്ധമില്ലാത്ത നീ എനിക്ക് എൻ്റെ സഹോദരനല്ല. നിന്നേക്കാൾ എനിക്ക് സാഹോദര്യ ബന്ധം ഇവിടെയുള്ള ഈ ആദർശ ബന്ധുക്കളാണ്. എനിക്ക് നിന്നോട് സഹതാപമില്ല. ഉള്ളത് എൻ്റെ ഈ സഹോദരങ്ങളോടാ, വഹദാനിയത്തുള്ള സഹോദരങ്ങളോട്. അതുകൊണ്ട് ആദർശബന്ധമില്ലാത്ത അനിയനല്ലേ, ഇച്ചല്ലേ, മൂത്താപ്പല്ലേ, മൂത്തമ്മല്ലേ, നോ നോ നോ, ആ പരിപാടിയില്ല, ആ പരിപാടിയില്ല. നമുക്ക് ബദരീങ്ങൾ തന്ന പാടാണത്. നമ്മൾ ഇപ്പോഴും എന്തിനാ ഒളിപ്പിച്ചോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ? ഈ ചാക്ക്, ആ അനിയന്, ആ മൂത്തമ്മക്ക്, ആ മൂത്താപ്പാക്ക്. ഇനി ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരിക്കലും കണ്ടെന്ന് വരൂല. അവർക്ക് ഇങ്ങനെയുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ആദർശത്തെ സൈഡാക്കുകയാണ്. ജയിച്ചാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനല്ല, സഹോദരൻ അള്ളാന്റെ വഹദാനിയത്ത് ഉൾക്കൊണ്ട ഇവരാണ് എൻ്റെ സഹോദരങ്ങൾ. അതുകൊണ്ട് കിട്ടിയ വാങ്ങിയിട്ട് വിട്ടാൽ മതി. നല്ല പൈസ വാങ്ങിയിട്ട് വിട്ടിട്ടുള്ളൂ. മറ്റൊരു രംഗമുണ്ടായി. യുദ്ധത്തിന് ശേഷം സഹാബാക്കളിൽ ചിലർക്ക് ഭയങ്കര ടെൻഷൻ. ബദറിന് ശേഷം എന്താ കാര്യം എന്നറിയോ? അബൂ ഉബൈദത്തുൽ ജറാഹ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഓമന പേരെന്താ? അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച അബൂ ഉബൈദ. ഉമർ റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് ഷഹീദാവാൻ വേണ്ടി കിടക്കുക. കുത്തേറ്റിട്ട് ഫൈറൂസിന്റെ ഉമർ പറഞ്ഞു, അബൂ ഉബൈദ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത ഖലീഫയായി അബൂ ഉബൈദന്റെ പേര് പറയുമായിരുന്നു. അപ്പൊ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ സ്ഥാനം? അദ്ദേഹം ബദറിൽ കൊന്നതാരാന്നറിയോ? പറയും, ആരായിരിക്കും? ഉപ്പാന. മാഷാ അല്ലാഹ്, അബൂ ഉബൈദ ഉപ്പാനെ കൊന്നു ബദറിൽ. അബൂ ഉബൈദ കൊല്ലാൻ തീരുമാനിച്ചല്ല, ഉപ്പ ഇങ്ങോട്ട് വന്നു. ഉപ്പ മോനെ അബൂ ഉബൈദ ചെറുപ്പത്തിലെ കളരി, ആയുധകലയിൽ ടോപ്പായിരുന്നു. കാരണം ഉപ്പ അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയതാണ്. ബദറിൽ ഉപ്പ ആരുടെ ഭാഗത്തുണ്ട്? ശത്രുക്കളെ ഭാഗത്ത്, മോന് മുസ്ലിമീങ്ങളെ ഭാഗത്ത്. ഈ ശത്രു എന്ന് പറഞ്ഞാൽ ഹിന്ദുവാ, ജൂതനാ, ക്രിസ്ത്യാനിയാ? നോ, പാരമ്പര്യ മുസ്ലിം. ഉപ്പ പാരമ്പര്യ മുസ്ലിം മീൻസ് മില്ലത്തെ ഇബ്രാഹിം അനുസരിച്ച് അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുദബ്ബിർ എന്ന് വിശ്വസിക്കുന്നതിനോടൊപ്പം കാര്യങ്ങൾ നടക്കാൻ ഔലിയാക്കൾ വേണം, ജാറം വേണം, തങ്ങൾ വേണം എന്ന് വിശ്വസിച്ച മുശ്രിക്കായ ഉപ്പ ഇപ്പുറത്ത് അബൂ ഉബൈദ ഇങ്ങനത്തെ ഒരാളും വേണ്ട, സൃഷ്ടിച്ച അള്ളാഹ് മാത്രം മതി എന്ന് പറയുന്ന മുസ്ലിം. അതുകൊണ്ട് ഉപ്പാനെ ഏതോ മതക്കാരനായിട്ട് കാണണ്ട. പാരമ്പര്യ മുസ്ലിം, തവാഫ് ചെയ്യുന്ന, പിന്നെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന, മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫിരിക്കുന്ന, സദഖ ചെയ്യുന്ന പാരമ്പര്യ മുസ്ലിം. ഈ രണ്ട് അവസ്ഥ ഇന്നെന്താ? ഈ രണ്ടവസ്ഥയുള്ള ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണ്? എല്ലാവരും ഒരു മുസ്ലിം, നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ, നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച്, മുസ്ലിം ഉണ്ട് മുസ്ലിക്കും ഉണ്ട്. എന്നിട്ട് ഇമാമാര് കടലമ്മക്ക് പഴം കൊടുത്തിട്ട് മീനെ ചോദിക്കുന്ന വലിയ മുസ്ലിക്ക്. എന്ത് പറ്റിപ്പോയി പ്രിയപ്പെട്ടു നമ്മളെ നേതാക്കന്മാർക്ക്? ആ സമയത്ത് പറയണ്ടേ, ഞാൻ ഇമാമ നമ്മൾ നിന്നോളാം. അതെന്താ? നിങ്ങളെ നിസ്കാരം ശരിയാവില്ല. എന്താ? നിങ്ങൾ അല്ലാത്തവനെ വിളിക്കുന്നവനാണ്. അതാ ഇസ്സത്ത്. ആദർശം പറയുന്നിടത്ത് പറയുന്നേ വേണം. ഇവർ കടലമ്മക്ക് പഴം അറിയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിന് അറിയാത്തോണ്ട സഹാബത്തിന് അങ്ങനെയില്ല. കേട്ടോ, കഥ കേട്ടോ, ഇത് പൂർത്തിയാക്കട്ടെ. എന്നിട്ട് അതിനു വേണ്ടി ഇറങ്ങിയ ആയത്തും കൂടി കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് ബദർ നമുക്ക് തന്ന തൗഹീദിന്റെ പാഠമാണ്. കേട്ടോളൂ. അബൂബൈദനെ കണ്ടപ്പോൾ ഉപ്പ വന്നു വാളോടുത്തിട്ട്. മകൻ ഉപ്പാന്റെ വെട്ട് തടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എങ്ങനെയോ അബദ്ധത്തിൽ ഉപ്പ മരിച്ചു. ഭയങ്കര ടെൻഷനായി. അതിൻ്റെ പുറത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരെ കൊല്ലുന്നറിയോ? സ്വന്തം കാരണവരെ, ഉമ്മാന്റെ ആങ്ങളിനെ. ബദറിൽ നമുക്ക് ഏറ്റവും അടുപ്പാലോണ അല്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഉസ്താദെ പറയുന്നെല്ലാം ശരി തന്നെ, പക്ഷെ കാർണോറെല്ലാം വിളിക്കുമ്പോൾ എങ്ങനെ ഇപ്പോൾ പോവാണ്ടിരിക്കുന്നത്? കാർണോറ മോളെ മംഗലായിപ്പോയി. പാട്ടും കൂത്തെല്ലാം ഉണ്ട്, എന്നാലും കാർണോറ മംഗലത്തിന് ഞാനില്ലെങ്കിൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? ഉമറുൽ ഖത്താബ് അങ്ങനത്തെ ചെയ്യുന്നൊന്നുമില്ല. കാർണോർ മുശ്രിക്കാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിക്കുന്നവനാണ്. ബദറിൽ ചാൻസ് കിട്ടി, യാ അല്ലാഹ് ഖലാസ് കഴിഞ്ഞു. പക്ഷെ പിന്നെ ടെൻഷനായി. കാരണം മനുഷ്യന്മാരല്ലേ. മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ അന്ന് മുശ്രിക്കാ, പിന്നെ മുസ്ലിമായി. യുദ്ധത്തിന് ശേഷം മോൻ പറഞ്ഞു, ബാപ്പാ ഞാൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടുണ്ട്, എൻ്റെ മുമ്പിൽ എൻ്റെ ഉപ്പ പെടല്ലേ, എൻ്റെ ഉപ്പ പെടല്ലേ, എൻ്റെ ഉപ്പ പെടല്ലേ എന്ന്, കൊന്നുപോയാൽ ഞാൻ കുടുങ്ങിയില്ലേ. അപ്പൊ ഉപ്പ പറയാണ്, മോനെ എൻ്റെ ദുആ എന്താണെന്നറിയോ, നിന്നൊന്ന് എൻ്റെ മുമ്പിൽ കിട്ടിയെങ്കിൽ കൊള്ളാം, ഒറ്റ വെട്ടി ഞാൻ നിന്നെ കൊല്ലട്ടെ ചാൻസിൽ. വ്യത്യാസം കണ്ടത്. ഇത് ഒരു ടെൻഷൻ ഉണ്ട്. അല്ലാഹു അലീമും ബിമാ ഫി സുദൂർ, ആളുകളുടെ മനസ്സ് അല്ലാഹുക്കറിയാം. ബദർ യുദ്ധത്തിന് ശേഷം ഇറങ്ങിയ ആയത്താണ് സൂറത്തുൽ മുജാദില. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار أولئك حزب الله ألا إن حزب الله هم المفلحون. സഹാബാക്കളെ ഒരു ടെൻഷനും വേണ്ട. മൂത്താപ്പയാണ്, ഇളയപ്പയാണ്, കാർണൂറാണ്, ഉപ്പയാണ്, മോനാണ്, അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരു ജനതയെ നബിയെ താങ്കൾക്ക് കാണാൻ കഴിയൂല. എങ്ങനെ കാണാൻ കഴിയൂല? യുവാദൂന, അവർ സ്നേഹബന്ധം പുലർത്തുന്നവരായി. ആരോട്? മൻ ഹദ്ദല്ലാഹ വറസൂല, അള്ളാഹിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട്. ശിർക്ക് ചെയ്യുന്നതിനോട് ഒരു സ്നേഹവും നമുക്കില്ല. കാരണം അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട് കളിക്കുന്നവരാണ്. പിന്നെന്തുണ്ട്? മാനുഷിക പരിഗണനയുണ്ട് കേട്ടോ, അത് വേറെ കേട്ടോ. വിശന്ന് വന്നാൽ ഭക്ഷണം കൊടുക്കും, ദാഹിച്ചാൽ വെള്ളം കൊടുക്കും, ഹോസ്പിറ്റലാണെങ്കിൽ പൈസ കൊടുക്കും ചികിത്സിക്കാൻ, അതിലൊന്നും വ്യത്യാസമില്ല. മതപരമായി CM മാണി മഹാപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു പറയുന്നവൻ പിറകുണ്ട്. പെരുന്നാളിന്റെ ആരോ മൈക്കോട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, പറ എല്ലാവരും നാളെ പെരുന്നാൾ ആഘോഷം, നീ നിന്റെ വീട് ആഘോഷിച്ചാൽ മതി, നമ്മളതിന് കിട്ടില്ല. എന്നുള്ളതോ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ മുവഹിദുകളാണ്. ശിർക്ക് ചെയ്യുന്നവനെ മുസ്ലിമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. പിന്നല്ല ഇതിന്റെ പിറകാണല്ലേ, പിന്നല്ലേ ഇതിന്റെ പ്രഖ്യാപനം. യുവാദൂന മൻ ഹദ്ദല്ലാഹ വറസൂല, അള്ളാഹു റസൂലിനെ വെല്ലുവിളിക്കുന്നതിനോട്. അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരം ഒഴിവാക്കലല്ല, കള്ളു കുടിക്കലല്ല, പെണ്ണ് പിടിക്കാൻ പോക്കല്ല, MDM അടിക്കലല്ല. മറിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടും അള്ളാഹിന്റെ ഉപകാരക്കാരന്, അള്ളാഹ്ക്ക് ഇടയാളൻ, അള്ളാഹ്ക്ക് സഹായിയെ ഉണ്ടാക്കുന്നവൻ. വലൗ കാനൂ ആബാഅഹും, സഹാബാക്കളെ അത് നിങ്ങളെ ഉപ്പമാരാണെങ്കിലും ശരി. തൗഹീദിന്റെ പേരിൽ ഉപ്പ പണങ്ങി, മഅസ്സലാമ, ഒരു പ്രശ്നം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പോയിട്ട് തെറി വിളിക്കും, അതൊന്നുമില്ല. കൊടുക്കേണ്ട പൈസ തന്നെ കൊടുക്കും. ഹോസ്പിറ്റലിൽ പോകണം, ബാപ്പ കയറി കാറ് കയറുക പോവാം, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ബാക്കി വലൗ കാനൂ ആബാഅഹും, അത് പറ്റി ആർക്ക് വേണ്ടിയിട്ടുള്ള ആയത്തായിരിക്കും? അബൂ ഉബൈദക്ക് ഉപ്പ മരിച്ചില്ലേ? ഔ അബ്നാഅഹും, ആർക്ക് വേണ്ടിയാ? അബൂബക്കർ സിദ്ദീഖിന് വേണ്ടിയിട്ട്. മോനെ കിട്ടിയ കൊല്ലുന്നു പറഞ്ഞില്ല, അതന്നെ ശരിയാ. അബൂബക്കറിയാൻ കിട്ടിയെങ്കിൽ കൊല്ലടായിരുന്നു. ഔ ഇഖ്വാനഹും ഔ അശീറതഹും, ഇതാർക്ക് വേണ്ടിയിട്ടാ? ഉമറിന് വേണ്ടിയിട്ട്. അമ്മാവനെ കാരണവരൊക്കെ ഒന്നല്ലോ. ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾ ചെയ്തതാണ് ശരി. കാരണം ആദർശ ബന്ധമില്ലാത്തവരുമായി നിങ്ങൾക്ക് സ്നേഹബന്ധമില്ല. ഞാൻ പറഞ്ഞ ഖുർആൻ സൂറത്തുൽ മുജാദില അവസാന ഭാഗം. എന്നിട്ടോ എന്താ പറയാ? നമ്മളെന്താ പറയാ? നിങ്ങൾ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലട്ടാ. അതെന്ത് ഉപ്പാനെ കാരണവരെ കൊന്നിട്ട് ദീന അല്ല പറഞ്ഞെന്താ അറിയോ? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. ഈ കൂട്ടുകാരുണ്ടല്ലോ, ആദർശത്തിന് വേണ്ടി സ്വന്തത്തിന് വേണ്ടാന്ന് വെച്ചവർ, അവർ ഹൃദയത്തിൽ ഈമാൻ എഴുതി വെച്ചവരാണ്. എന്താണ് എഴുതി എന്ന് പറയാൻ കാരണം? 1000 കൊല്ലം മുമ്പ് കതിലെഴുതിയത് ഇന്നും ഉണ്ടാവും. അങ്ങനെ തന്നെ, അങ്ങനെ ഹൃദയത്തിൽ ഈമാൻ എഴുതി വെച്ചവരാണ് അവർ. അവർക്ക് എങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ? ഒരു ഭാഗത്തുനിന്ന് ഉമ്മ വിട്ടിട്ട് പോകുന്നു, ഒരു ഭാഗത്തുനിന്ന് ഉപ്പ പോകുന്നു, ചങ്ങായിമാര് പോകുന്നു. എന്തിന്? ഇവൻ അള്ളാനെ മാത്രം വിളിക്കാൻ തുടങ്ങിയതിന്റെ പേരിൽ പോയിക്കോളി മാസലാമ. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻ, അല്ലാഹു അവനെ ജിബ്രീലിനെ വിട്ടിട്ട് അവരെ സഹായിക്കും. വല്ലാഹി തൗഹീദിന് വേണ്ടി സഹിക്കേണ്ടി വന്നാൽ സഹിച്ചോണിൽ അള്ളാഹിന്റെ സഹായം വരാൻ പോകുന്നുണ്ട്. വഅയ്യദഹും ബിറൂഹിൻ മിൻ, പിന്നെയോ അവരെ ഞാൻ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും.
ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ സൈന്യം. ആര്? ഈ 300 ചില്ലാനും ബദരീങ്ങളും അവരെ മാതൃകയാക്കുന്ന നമ്മളും. അല ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹിൻ്റെ സൈന്യം അവർ മാത്രമേ വിജയിക്കുള്ളൂ. അതാണ് ബദറിൽ സംഭവിച്ചത്. ആദർശത്തിൽ 100 മാർക്കിന് പാസ്സായവർ, തൗഹീദിന്റെ വിഷയത്തിൽ ബന്ധങ്ങളോ സ്വന്തങ്ങളോ നഫ്സോ പൈസയോ നാടോ വീടോ ഒന്നും കാര്യമാക്കാതിരുന്നവർ, അള്ളാഹു കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ അള്ളാഹിനെ ഭരമേൽപ്പിച്ചിറങ്ങി പാസ്സായി. അള്ളാഹു പറഞ്ഞു, ബദരീങ്ങളെ ഇഫ്അലൂ മാ ശിഅ്തും, എന്ത് വേണമെങ്കിലും ചെയ്തോ, ഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തന്നിരിക്കും. ബദറിന് ജിബ്രീൽ വന്നു യുദ്ധത്തിന് ശേഷം. റസൂലുള്ളാഹി തങ്ങൾ യുദ്ധം കഴിഞ്ഞാൽ 3 ദിവസം അവിടെ തന്നെ താമസിക്കും. ബദറിലും അതേപോലെ താമസിച്ചു. അതെന്തിനായിരിക്കാം? ഒന്നുകിൽ ക്ഷീണമാകിട്ടണം, യുദ്ധമല്ലേ, ഒരു 3 നല്ല വിശ്രമ യോദ്ധാക്കൾക്ക്, പിന്നെ മുറിവേറ്റവർക്ക് ചികിത്സിക്കാം നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, പിന്നെ ശത്രുക്കൾ എവിടെങ്കിലും ഒളിച്ചിരുന്ന് തിരിച്ചു വരുന്നുണ്ടോന്ന് അറിയണം, പൂർണ്ണ വിജയം ഉറപ്പുവരുത്തണം, പിന്നെ ഗനീമത്ത് ഭാഗിക്കണം. അതിനുവേണ്ടി അവിടെ തന്നെ താമസിക്കും. ബദറിലും അതേപോലെ തന്നെ നിന്നു. ജിബ്രീൽ വന്നു ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ അനുയായികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരാരാണ്? സുഹൈൽ പറഞ്ഞു, എൻ്റെ ഈ പ്രിയപ്പെട്ട ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത ഈ സഹാബാക്കൾ ഉന്നതരാണ്. ജിബ്രീൽ പറഞ്ഞു, മലക്കുകളുടെ കൂട്ടത്തിലും ബദറിൽ പങ്കെടുത്ത പട്ടാളക്കാരാണ് നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും ഉന്നതം. ശരിയാണ്, ബദരീങ്ങൾക്ക് ആ നിലയുണ്ട്, ആ വിലയുണ്ട്, ആ സ്നേഹമുണ്ട്, ആ സ്ഥാനമുണ്ട്, ആ മഹത്വം. ഇതൊന്നും നിഷേധിക്കുന്നില്ല, നിഷേധിക്കാൻ പറ്റൂല. പക്ഷേ പാഠം അവരെ പോലെ നമ്മളാവാൻ, അവരെ ഇടപെടിപ്പിക്കാനല്ല, അവരെ പോലെ ജീവിതത്തിൽ ആദർശത്തിലും മറ്റും അങ്ങനെയാവാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഉള്ള ചത്തഴങ്ങിയ മുശ്രിക്കുകളെ നമ്മൾ വിളിച്ചൊരു കിണറ്റിലിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിണറ്റിൻ്റെ അടുത്തേക്ക് വന്നു, വിളിച്ചു, യാ അംർ ബിൻ ഹിഷാം അബുൽ ഹകം, യാ ഉത്ബ, യാ ഷൈബ. എല്ലാവരും വിളിച്ച് ചോദിച്ചു, എൻ്റെ റബ്ബ് എനിക്ക് തന്ന വാദ റബ്ബ് പൂർത്തിയാക്കിയിരിക്കുന്നു. എൻ്റെ റബ്ബ് എനിക്ക് തന്ന വാഗ്ദാനം പൂർത്തിയാക്കി. സത്യം ജയിച്ചു, ബാത്തിൽ പരാജയപ്പെട്ടു. നിങ്ങളുടെ റബ്ബുകൾ നിങ്ങൾക്ക് തന്ന വാദ പൂർത്തിയാക്കിയോ? പരിഹസിച്ചതാണ്. ഉമർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇവർ കേൾക്കുമോ? ഈ ചോദ്യമാണ് ഖബറിലെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി തെളിവാക്കല്. കേട്ടോളി. ഉമർ ചോദിച്ചു, നിങ്ങൾ ചോദിച്ചാൽ കേൾക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും വ്യക്തമായി അവർ കേൾക്കും. ഒരു മക്കൾ പറഞ്ഞു, അത് ആ കിണറ്റിൽ കിടക്കുന്ന ചത്ത കാഫിര്യങ്ങൾക്കുള്ള തഅദീബാണ് ആ കേൾക്കൽ, അവർക്കുള്ള ശിക്ഷയാണ്. കാരണം എന്താ? കുറച്ചും കൂടി വിഷമിക്കും ഇത് കേൾക്കുമ്പോൾ, അല്ലാണ്ട് മറ്റു കബറാളി കേൾക്കുമെന്നല്ല പറഞ്ഞ വാക്കിനർത്ഥം. അവർക്കുള്ള തഅദീബാണത്. ഖാസൻ ആ സമയത്ത് അല്ലാഹു അവരത് കേൾപ്പിച്ചു, കൂടുതൽ വിഷമത്തിന്റെ മുകളിൽ വിഷമാക്കാൻ. കല്ലും മണ്ണിട്ട് മൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തിരിച്ചു പോകുന്ന വഴിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു സഹാബി പറയാണ്, എന്തായാലും 1000-ഓളം വരുന്ന പട്ടാളക്കാരെ തോപ്പിച്ചില്ലേ, അപ്പൊ നമ്മൾ തിരക്കുകളില്ല, നമുക്ക് പറ്റും, നമുക്ക് അബൂ സുഫിയാന്റെ ബാക്കിൽ വിട്ടാലോ? കാരണം എന്തുണ്ട്, അബൂ സുഫിയാൻ കച്ചവട സംഘമായിട്ട് പോകുന്നുണ്ടല്ലോ, അവരെ ബാക്കിൽ വിട്ടാലോ? അവരെ കൂടി കൈകാര്യം ചെയ്ത് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മടങ്ങാം. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഏയ്, നീ അള്ളാന്റെ ആയത്ത് മറന്നുപോയോ? വഇദ് യഅദികുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈൻ, അള്ളാഹു നിങ്ങൾക്ക് വാദ ചെയ്യുന്നത് രണ്ടിലൊന്നാണ്. ഒന്നുകിൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘം, ഇല്ലെങ്കിൽ ബദർ. അള്ളാഹു അവന്റെ വാദ പൂർത്തിയാക്കി, ഒന്ന് നമുക്ക് തന്നു, അതിനടുത്തേക്ക് പോകരുത്. സന്തോഷത്തോടെ തിരിച്ച് മക്കത്തേക്ക്. ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞ് ബദരീങ്ങൾക്ക് എല്ലാ പാപങ്ങളും മാപ്പായി കിട്ടി, സ്വർഗം ഉറപ്പായി. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം ചേഞ്ചായി. അവർക്ക് ഉറപ്പ് കിട്ടിയ സ്വർഗത്തിലേക്ക് പോവാനുള്ള ആവേശവും അതിനു വേണ്ടിയുള്ള അധ്വാനവും മുലക്കിരുന്നില്ല. പിന്നെ പണിയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള യുദ്ധങ്ങൾ മുഴുവനും ആ ബദരീങ്ങളുണ്ട്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാകട്ടെ. അള്ളാഹിൻ്റെ വഹ്ദാനിയത്ത് ഉൾക്കൊള്ളാൻ ബദരീങ്ങളെപ്പോലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് വിഷമാവസ്ഥയിലും എൻ്റെ റബ്ബൻ്റെ പേര് ഉണ്ട്, ഒരു വഴി കാണിച്ചേരും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ മുവഹിദായി ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇനിയുള്ള ജീവിതം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൻ്റെ ബാക്കി എത്രയേ ഉള്ളൂ? കഴിഞ്ഞു. 19 അല്ലേ? കഴിഞ്ഞു. ഇനി 10 കണ്ണടച്ചോടെ നമുക്ക് നിർത്തിയിട്ടു. റമളാനിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങൾ, പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും ഉന്നതമായ രാവും പകലുമാണ് വരാൻ പോകുന്നത്. കാസർഗോഡ് റോഡെല്ലാം നിറഞ്ഞു തുടങ്ങി. ഏകദേശം പള്ളി നിറയണം. ഇനിയുള്ള രാത്രികളിൽ പള്ളി നിറയണം. പള്ളിയിൽ ഏറ്റവും AC ഫാൻ ഓഫാക്കലില്ല. ആളുകൾ നിറയണം. പള്ളിയിൽ നീണ്ട നിസ്കാരങ്ങൾ നടക്കണം. രാത്രി നിസ്കാരങ്ങൾ.
ആഖിറുല്ലയിലേക്ക് മാറ്റി വെച്ച് നിസ്കരിച്ച സലഫുകൾ നിസ്കരിച്ച നിസ്കാരം, നീണ്ട നിസ്കാരം. ശരിക്കും സുന്നത്ത് എന്താ അറിയോ? തറാവീഹ് തന്നെ അങ്ങ് നീട്ടണം. 8:30 തുടങ്ങിയ തറാവീഹ് 4 മണിക്ക് തീരണം. പറ്റുമോ? പറ്റണം. ഇനി എപ്പം പറ്റാൻ? ഇത്ര കാലമായി തുടങ്ങിയിട്ട് കുത്തിമറിയാൻ. അല്ലാതെ റസൂൽ നിസ്കരിച്ച എണ്ണം മാത്രം നോക്കിയാൽ മതിയാ? അതിൻ്റെ രൂപം നോക്കണ്ടേ? റസൂലുള്ളാഹി 11 നിസ്കരിച്ചുള്ള സംശയമൊന്നുമില്ല. ഇനി ഒരാൾ 11-ലധികം നിസ്കരിച്ചു എന്ന് വെക്കുക, അയാൾ ബിദ്അത്ത് ചെയ്തു എന്നും പറയാൻ കഴിയില്ല. കാരണം തെളിവില്ല പറയാൻ. കാരണം രാത്രി നിസ്കാരം മസ്ന. പക്ഷെ ഏറ്റവും നല്ലത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ 11 നിസ്കരിക്കണം. എങ്ങനെ? അതന്നെ നിസ്കരിക്കുന്നില്ല, ബാക്കിൽ വന്നിട്ട് വർത്താനം പറ്റുന്ന പരിപാടി. അതിൽ തന്നെ കൊള്ളാൻ കഴിയുന്നില്ല. അവൻ പുറത്ത് കാലുമ്പോൾ കഹച്ചായം ചെയ്തിട്ട് മൊബൈൽ കളിയിട്ട് സുനിത എത്തിയിട്ടാ. അത് സുനിത വില്യംസേ ആകാശത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഓള് വന്നാ ഓള് നാളെടാ കേരളത്തിൽ. ഇവിടെ തറാവീഹ് നടക്കുക, റമദാന്റെ ഖിയാമുൽ ലൈൽ നടക്കുകയാണ്. അവൻ ബാക്കിൽ സുനിതന്റെ വർത്താനം, സുനിതന്റെ മാപ്പിളിന്റെ വർത്താനം, അമേരിക്കന്റെ വർത്താനം, നാസന്റെ വർത്താനം. സലാം വീട്ടി കഴിഞ്ഞല്ലേ, എന്നാ ശരി. 11 13 ആയിട്ടൊന്നുമില്ല, ആയില്ല, എന്നാ പോവാ. എന്താ പരിപാടി? എന്തിനേന്ന് ജീവിക്കുന്നതിനിപ്പാ ഒരു ചാൻസ്, വർഷത്തിൽ 1 മാസത്തിൽ ഒരു ചാൻസ്, 1 മാസത്തിന്റെ അവസാനത്തെ 10 ദിവസത്തെ ഒരു ചാൻസ്. അതിനറിയോ? എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് നീതി കെട്ടും വരെ നിന്ന പോലെ, അങ്ങനെ പറ്റൂലെങ്കിലും അത്രയെങ്കിലും ഒന്ന് നിൽക്കാൻ. നീതി വന്നു നിൽക്കാൻ എത്ര നിന്നിട്ടുണ്ടാവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനീ? പാപങ്ങൾ മാപ്പായി കിട്ടാനാ? ഇനി എന്തെങ്കിലും ദറജ കിട്ടാനാ? ആകെ ഒന്ന് കിട്ടാൻ റസൂൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു ദറജ, വസീല. അത് നമ്മളടുത്ത് പറയുകയും ചെയ്തു. സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ട് കേട്ടോ, വസീല എന്ന് പറയുന്നത്. അത് ഏറ്റവും ഉന്നത സ്ഥാനമാണ്. അതെനിക്ക് വേണം. അതെനിക്ക് ആദമിനും പറ്റൂല, ഇബ്രാഹിമിനും കൊടുക്കൂല, നൂഹിനും കൊടുക്കൂല, ഒരാൾക്കും കൊടുക്കൂല, എനിക്ക് തന്നെ വേണം. നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ എനിക്ക് വേണ്ടി കിട്ടാൻ. എന്ത് നല്ല നബിയാണ് നമ്മളോട് ഇങ്ങോട്ട് പറയാൻ. അതെനിക്ക് തരാൻ വേണ്ടി ഇത് ചോദിക്കണേ. അല്ലാഹും ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല. അത് ചോദിക്കണേ, അതെനിക്ക് തന്നെ വേണം, എനിക്കേ കിട്ടുള്ളൂ എന്നറിയാം. അതുപോലെ റസൂലുള്ളാഹി എനിക്കേ കിട്ടുള്ളൂ, എന്നാലും നിങ്ങളൊന്ന് ചോദിക്കണം. അത്ര ഉറപ്പുള്ള ആളാ. നീതി വന്നു കാലിന്. ഭാര്യമാർക്ക് സങ്കടം വന്നു. എന്തിനിപ്പ ഇങ്ങനെ? ആയിഷ ബി ചോദിച്ചെന്താ അറിയോ? അള്ളാഹു ഖുർആൻ ആയത്തിറക്കിട്ടേ, പിന്നെന്തിനാ നിൽക്കുന്നത്? അഫല അകൂന അബ്ദൻ ശകൂറ. നന്ദി കാണിക്കണ്ടേ ആയിഷ? ശുക്ർ കാണിക്കാൻ രണ്ട് റബ്ബിനോട്. ഞാൻ ദുനിയാവിങ്ങനെ ഓടിച്ചാടി നടക്കുകയല്ലേ, ഒരു നന്ദി പാതിരാവരിങ്ങനെ നിന്നിട്ട്. അതുകൊണ്ട് ആയിഷ ബി പറഞ്ഞു, റസൂലുള്ളാഹിയുടെ നിസ്കാരം എങ്ങനെയാണെന്നറിയോ? ലാ തസ്അൽ അൻ തൂലിഹിന്ന വഹുസ്നിഹിൻ. അതിൻ്റെ നീളവും അതിൻ്റെ ഭംഗിയൊന്നും ചോദിക്കണ്ട മോനെ, അത്ര വിശാലം. നീണ്ട നിസ്കാരങ്ങൾ. സഹാബാക്കൾ ബാക്കിൽ ബടി കുത്തിയിട്ട് നിൽക്കും. നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ബടി കുത്തി എന്താ പറയും? ഇരാന്തട ഇവന് വരക്ക് പോയിട്ട് ഉറങ്ങേണ്ട സമയത്ത് ബടിയും കുത്തിയിട്ട് നിസ്കരിക്കുന്ന പള്ളിയിൽ വന്നിട്ട് നീ എന്താ അറിഞ്ഞു? ദീനെന്താ അറിഞ്ഞു? നിനക്ക് എന്ത് സലഫ്? നീ ഏത് സലഫിന്റെ മനഹജിലാണുള്ളത്? മനസ്സിലാകുന്നില്ല. ഉമ്മത്തിനെ അമൽ ചെയ്യാൻ പ്രേരിപ്പിക്കണം, ഉമ്മത്തിനെ തർഗീബ് ചെയ്യണം. നിസ്കരിക്ക്, കൂലിയുണ്ട്. ലാസ്റ്റ് 10 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യങ്ങൾ ചെയ്തു. ആയിഷ റളിയല്ലാഹു പറയാണ്, ഷദ്ദ മിഅ്സറ, അരക്കെട്ട് മുറുക്കി കൊടുത്തു. അത് 2 അർത്ഥം പറഞ്ഞു. ഒന്നെന്താ അറിയോ? ആ 10 ദിവസവും ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം ഫുൾ ടൈം പള്ളിയിലുണ്ട്, വിലക്കേക്ക് പോക്കില്ല. അവിടെ ഇഅ്തികാഫിരിക്കുന്ന ഒരാൾക്ക് അനുവദനീയവുമല്ല എന്ത്? ജുമാഅ ചെയ്യാൻ. ഷദ്ദ മിഅ്സറ, അരക്കെട്ട് മുറുക്കി കൊടുത്തു. മറ്റൊരർത്ഥം, നമ്മൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഭാരിച്ച ജോലി വള പിടിക്കട ഇറങ്ങടാ, കയ്യെല്ലാം കയറ്റി, അങ്ങനെ ലാസ്റ്റ് 10 ആകുമ്പം അതിനു വേണ്ടി ഒരുങ്ങിച്ചിറങ്ങി. ഷദ്ദ മിഅ്സറ വഅഹ്യാ ലൈല, രാത്രിയെ ജീവിപ്പിച്ചു. എവിടെ? പുരക്ക. സുലൈഹി തങ്ങളെ പോലെയും പള്ളിയിൽ നമ്മൾ എത്ര കിലോമീറ്ററിന്റെ ഗ്യാപ്പുണ്ട്? ഒരു കർട്ടന്റെ, ഒരു തുണിന്റെ ഗ്യാപ്പ്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ടാ ഇങ്ങോട്ട് വന്നു. അപ്പുറത്ത് ഇരുന്നിട്ടില്ല, ഇപ്പുറത്തിരുന്ന്. ആരെ പഠിപ്പിക്കാൻ? ആര് ചെയ്യാൻ? കുബൂരിയ CM-ന്റെ ആൾക്കാർ ചെയ്യാനാ? ശിർക്ക് ചെയ്യുന്ന മുശ്രിക്ക് ചെയ്യാനാ? മുവഹിദ് ചെയ്യാൻ. തൗഹീദിന്റെ പള്ളിയിൽ രാത്രി ലൈറ്റ് ഓഫ് ആവാൻ പാടില്ല. അഹ്യാ ലൈല, അല്ലാഹു റസൂൽ രാത്രിയെ ജീവിപ്പിച്ചത് എവിടെ? പള്ളിക്കുള്ളിൽ. നമുക്ക് കയ്യിലപ്പോ ആളെ പിടി പോകാനുണ്ട്.
അതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും ഇല്ല, അതുകൊണ്ട് ആരും വേണ്ട, അതാ പരിപാടി. എനിക്ക് എന്തായാലും കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും ചെയ്യണ്ട. തിന്നൂല്ല, അങ്ങനത്തെ ഒരു ഡയലോഗില്ലേ, തിന്നൂല്ല തീറ്റിക്കൂല്ല. നായ്ക്കളെ സ്വഭാവം, നായി പുല്ല് തിന്നൂല, എന്നാ പോത്തിനെ തിന്നാൻ കൂടുവോ? അതുമില്ല. അഹ്യാ ലൈല, രാത്രിയെ ജീവിപ്പിക്കണം, ഉറക്കില്ല. ഇനി 10 ദിവസം ഉറക്കില്ല മുസ്ലിം ഉമ്മത്തിന്. കുടുംബക്കാരെ, ഭാര്യമാരെ ഉറക്കുന്ന എണീപ്പിച്ചു. ഇത് ഉറങ്ങേണ്ട രാത്രിയല്ല, എണീക്ക് വാ, നിസ്കാരത്തില്, ദുആയില്, തിലാവത്തില്, അദ്കാറില്, ഇനി ഉറക്കില്ല. എവിടെ? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ എവിടെയായിരുന്നു ലാസ്റ്റ് 10? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ. അവർക്ക് റസൂലുള്ള പ്രത്യേക കർട്ടൻ വെച്ചിട്ട് കൂടാരം കെട്ടിക്കൊടുത്തു അതിൻ്റെ ഉള്ളിൽ. നമുക്കൊന്നും പറ്റൂല, വേണ്ട. ചെയ്യുന്നവർ പ്രിയപ്പെട്ടവരെ ചെയ്തോളി. ഇനി വരുന്ന ദിവസങ്ങൾ സമ്പാദിക്കാനുള്ളതാണ്, നിറക്കാനുള്ളതാണ്. പെരുന്നാളിൻ്റെ അന്ന് സമ്മാനം വാങ്ങുന്നത് ലാസ്റ്റ് 10 കഠിനാധ്വാനം ചെയ്തവനാണ്. അല്ലാത്തവരും പെരുന്നാൾക്ക് എന്ത് സന്തോഷം. ഉറക്കൊഴിച്ച് ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് കാലുവേദനിച്ച് നടുവേദനിച്ചിട്ട് ഇബാദത്ത് ചെയ്തവന് പെരുന്നാളാകുമ്പോൾ സന്തോഷം, അൽഹംദുലില്ലാ 10 ദിവസം മുതലാക്കി സമ്മാനം വാങ്ങാം. അല്ലാത്തവരും എന്ത് വരുന്നു? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മകളിൽ മത്സരിച്ചോളി. അവിടെ ഇവിടെയൊന്നും നോക്കണ്ട, എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്തോളി, ഉപയോഗപ്പെടുത്തിക്കോളി. അള്ളാഹു നല്ല തൗഫീഖ് നസീബാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.